السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم اجعل حبك أحب إلي من نفسي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. رب زدنا علما نافعا. الحمد لله. നമ്മൾ 30-ാമത്തെ ആയത്ത് വരെയാണ് കവർ ചെയ്തത്. ഇന്ന് ഇൻഷാ അല്ലാഹ് 31 മുതൽ 33 വരെയുള്ള ആയത്തുകൾ നമുക്ക് നോക്കാം. ഓക്കെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല മലായികത്തിന്റെ അടുത്ത് അവസാനം പറയുന്നുണ്ടല്ലേ, ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം, എനിക്കാണ് ഏറ്റവും അറിയുന്നത് അല്ലെ. ഈ ഒരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിന്റെ പിന്നിലുള്ള ഹിക്മത്ത് എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ എന്താണ് അവർക്ക് അറിയാത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുക്കുന്നത് നമുക്ക് നോക്കാം. അതും മലായികത്ത് എന്ന് പറയുന്നത് അവരവരുടെ ഇബാദത്തിന്റെ കാര്യം അവരെടുത്തു പറഞ്ഞു അല്ലെ. നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക്. അത്രയും ഏറ്റവും ഭംഗിയുള്ള ഇബാദത്ത് എന്താണോ അത് സ്ഥിരമായിട്ട് തളർച്ചയില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് അവര്. അപ്പം അത്രയും ഭംഗിയുള്ള ഇബാദത്തിനേക്കാൾ മേലെ നിർത്തുന്ന എന്താണ് മനുഷ്യരുടെ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരാൻ പോകുന്ന ഈ സൃഷ്ടികളുടെ ഇബാദത്ത് എന്ന് നമുക്ക് അത്രക്ക് ശ്രേഷ്ഠമായിട്ടുള്ളത് എന്താണ് അതിനകത്തുള്ളത് നമുക്ക് ഇൻഷാ അല്ലാഹ് എന്ന് നോക്കാം. അപ്പൊ നമുക്ക് 3 ആയത്തുകളാണ്. ഒന്നാമത്തത് وعلم آدم الأسماء كلها ثم عرضهم على الملائكة فقال أنبئوني بأسماء هؤلاء إن كنتم صادقين. അള്ളാഹു ആദമിനെ എല്ലാ വസ്തുക്കളുടെയും പേര് പഠിപ്പിച്ചു. പിന്നീട് അവയെ മലക്കുകളുടെ മുന്നിൽ പ്രദർശിപ്പിച്ച് അവൻ കൽപ്പിച്ചു, നിങ്ങൾ ഇവയുടെ പേരുകൾ പറയുക, നിങ്ങൾ സത്യം പറയുന്നവർ ആണെങ്കിൽ. അടുത്തത് ഖാലൂ സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. അവർ പറഞ്ഞു, കുറ്റമറ്റവൻ നീ മാത്രം, സുബ്ഹാനക അല്ലെ, നീ പഠിപ്പിച്ചു തന്നതൊന്നും അല്ലാത്തതൊന്നും ഞങ്ങൾക്കറിയില്ല, എല്ലാം അറിയുന്നവനും യുക്തിമാനും നീ മാത്രമാണ്. തുടർന്ന് قال يا آدم أنبئهم بأسمائهم فلما أنبأهم بأسمائهم قال ألم أقل لكم إني أعلم غيب السماوات والأرض وأعلم ما تبدون وما كنتم تكتمون. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആദം ഇവയുടെ പേരുകൾ അവരെ നീ അറിയിക്കുക. അങ്ങനെ ആദം അവരെ ആ പേരുകൾ അറിയിച്ചു. അപ്പോൾ അല്ലാഹു ചോദിച്ചു, ആകാശഭൂമികളിൽ ഒളിഞ്ഞു കിടക്കുന്നതൊക്കെയും ഞാൻ അറിയുന്നുവെന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ? നിങ്ങൾ തെളിയിച്ചു കാണിക്കുന്നവയും ഒളിച്ചു വെക്കുന്നവയും ഞാൻ അറിയുന്നുവെന്ന്. ഓക്കെ. അപ്പം ഇത്രയാണ് ആയത്തുകൾ. നമുക്ക് വാക്കർത്ഥങ്ങളിലേക്ക് പോവാം. ഈ ഒരു സെക്ഷന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മിക്ക വാക്കുകളും റിപ്പീറ്റേഷൻ ആണ്, അല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. വളരെ കുറച്ച് പുതിയ വാക്കുകളേ ഉള്ളൂ. ഓക്കെ. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാവുന്നതാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഗ്രീൻ കളർ കൊടുത്തിട്ടുള്ള റൂട്ട് ലെറ്റേഴ്സ് ആണ് പുതിയ റൂട്ട് ലെറ്റേഴ്സ് ആയിട്ട് വരുന്നുള്ളൂ. അപ്പം വ അല്ലമ അവൻ പഠിപ്പിച്ചു. ഐൻ ലാം മീം, നമ്മൾ ഇഷ്ടംപോലെ ഐൻ ലാം മീം റൂട്ടുകൾ കണ്ടിട്ടുണ്ട് അല്ലെ, ഇതിനുള്ളിൽ ഇൽമ അല്ലെങ്കിൽ നോളജുമായിട്ട്. അപ്പൊ ഇവിടെ ശ്രദ്ധ വന്നിട്ടുണ്ട് ലാമിന്. അതുകൊണ്ട് തന്നെ അറിവ് അല്ലെങ്കിൽ പഠനം എന്നുള്ളതിൽ നിന്ന് മാറി അതെന്തായി ടീച്ചിങ് ആയിട്ട് മാറുകയാണ്. അവിടെ അല്ലമ എന്താണ്, പഠിപ്പിച്ചു. മുഅല്ലിം മുഅല്ലിമ അല്ലെ, അധ്യാപക. അപ്പൊ അവിടെ ലാമിന് ശ്രദ്ധ വരുമ്പോൾ പഠനം അല്ലെങ്കിൽ അറിവ് എന്നുള്ളത് ടീച്ചിങ് ആയിട്ട് പഠിപ്പിക്കലായിട്ട് മാറാണ്. ആദമ ആദമിനെ. ആദമിന്റെ റൂട്ട് ലെറ്റേഴ്സ് നമുക്ക് ഇവിടെ കാണാം, അത് വിശദീകരണത്തിൽ നോക്കാം. അൽ അസ്മാ, ഇസ്മ എന്നുള്ള വാക്കിന്റെ പേര് എന്ന വാക്കിന്റെ പ്ലൂരല് പേരുകൾ. അൽ അസ്മാ കുല്ലഹ, അവ എല്ലാം, അവ എല്ലാത്തിന്റെയും പേരുകൾ അള്ളാഹു ആദമിനെ പഠിപ്പിച്ചു. സുബ്ഹാനല്ലാഹ്. സുമ്മ പിന്നീട്, അറദഹും, അറദഹും എന്ന് വെച്ചാൽ അവൻ പ്രസന്റ് ചെയ്തു, അത് അവരുടെ മുമ്പിൽ കാണിച്ചു കൊടുത്തു എന്നൊക്കെ അർത്ഥം. ഐൻ റോ ദോ. അലൽ മലായിക, മലായികത്തിന്റെ മുന്നിൽ. ഫഖാല, അപ്പോൾ അവൻ പറഞ്ഞു, എന്നിട്ട് അവൻ പറഞ്ഞു, അംബിഊനി, നിങ്ങൾ എന്നോട് പറയൂ. ഇവിടെ നൂൻ ബ ഹംസ ഒരു പുതിയ റൂട്ടാണ്, വിശദീകരണത്തിൽ കാണാം. ബി അസ്മായി, അവയുടെ പേരുകൾ. ഹ ഉലായി, പേരുകൾ. ഹ ഉലായി, അവയുടെ ഇന്ന, അതായത് ഈ കാര്യങ്ങളുടെ എല്ലാം. ഓക്കെ. ഇൻ കുന്തും, നിങ്ങളാണെങ്കിൽ.
സ്വാദിഖീൻ സത്യം പറയുന്നവർ. ഇവിടെ സ്വാദിഖിന്റെ പ്ലൂരലാണ് സ്വാദിഖീൻ, അവസാനത്തെ യാനൂനാണ് ബഹുവചനമാക്കുന്നത്. സ്വാദിഖ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ ഫാഇൽ ഫോർമാറ്റ് ആണ് അല്ലെ, ഫാഇൽ, സ്വാദിഖ്, ഖാസിർ ഒക്കെ. അപ്പൊ യാനൂനാണ് ഇവിടെ പ്ലൂരൽ ആക്കുന്നത്. സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ എല്ലാവർക്കും? കാണാത്തവരൊന്ന് എക്സിറ്റ് ചെയ്ത് എൻ്റർ ചെയ്തോക്കെ ഇൻഷാല്ല. ഇനി അടുത്തത് 32-ാമത്തെ. കോലു അവർ പറഞ്ഞു. ഇതൊന്നും ഞാൻ റൂട്ട് പറയുന്നില്ലേ, കാരണം അത്ര പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുള്ള റൂട്ടുകളാണ്. സുബ്ഹാനക സീൻ ബ ഹ അല്ലെ, ഞങ്ങൾ നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. ലാ ഇൽമ ലന, ഞങ്ങൾക്ക് ഒരു അറിവുമില്ല. ലാ ഇൽമ ല ന, 4 വാക്കുകൾ കൂടിയതാണ്. ലാ ഇല്ല, ഇൽമ അറിവ്, ലാ വെച്ചാൽ ലന എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക്, ലാ പ്ലസ് ന ആണ്, അല്ലെങ്കിൽ ലീ പ്ലസ് ന ആണ് ലന. ഓക്കെ, ഞങ്ങൾക്ക് ഒരു അറിവുമില്ല. ഇല്ല ഒഴികെ, എന്തൊഴികെ? മാ അല്ലംതന, നീ പഠിപ്പിച്ച് തന്നത് ഒഴികെ. അല്ലമ അള്ളാഹു പഠിപ്പിച്ചു അല്ലെ, അല്ലമ അവൻ പഠിപ്പിച്ചു, അല്ലംത നീ പഠിപ്പിച്ചു. ഓക്കെ, അല്ലമ അവൻ പഠിപ്പിച്ചു, അല്ലംത നീ പഠിപ്പിച്ചു. ഇപ്പൊ മലായിക്കത്ത് തിരിച്ച് അങ്ങോട്ട് പറയണം അല്ലെ, നീ പഠിപ്പിച്ചു തന്നത് ഒഴികെ. അല്ലംത നാ വന്നതുകൊണ്ട് ഞങ്ങളെ, നീ ഞങ്ങളെ പഠിപ്പിച്ചു അല്ലെങ്കിൽ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് ഒഴികെ എന്നുള്ള പോലെയാണ് ഇല്ലാമ അല്ലംതന. ഇന്നക നിശ്ചയമായും നീ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്നീ 2-3 പ്രാവശ്യം കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ, ഇന്ന പ്ലസ് യ. ഇത് ഇന്ന പ്ലസ് ഖ, നിശ്ചയമായും നീ. മറ്റേത് നിശ്ചയമായും ഞാൻ ആയിരുന്നു, ഇന്നി. അൻത, അൻത എന്ന് പറഞ്ഞാൽ നീ. പക്ഷെ ഇവിടെ ഇന്നക അൻത എന്ന് പറയുമ്പോൾ, ഇന്നക എന്ന് പറഞ്ഞാൽ നിശ്ചയമായും നീ, അതിനെ ഒരു പ്രാവശ്യവും കൂടെ സ്ട്രെസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അൻത ഇവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നീ തന്നെ എന്ന് വരുന്നത്. ശരിക്കും വെറുതെ അൻത എന്ന് പറഞ്ഞാൽ നീ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഓക്കെ, ഇന്നക അൻത എന്ന് വരുമ്പോൾ നിശ്ചയമായും നീ തന്നെയാണ്, ഒരു ഡബിൾ സ്ട്രെസ് ആണ്. അൽ അലീം, എല്ലാം അറിയുന്നവൻ. ഇവിടെയും സെയിം റൂട്ട് തന്നെയാണ് ഐൻ ലാം മീം. ഇപ്പം ഈ ഒരു 2 ആയത്തുകളിലായിട്ട് ഐൻ ലാം മീമിൽ നമ്മൾ ഒരുപാട് വാക്കുകൾ കണ്ടു അല്ലെ. അലമു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അലമു മാല തലമോൻ അല്ലെ, അലമു തലമോൻ പഠിച്ചു. ഇവിടെ അല്ലമ, ഇൽമ, അല്ലംത, അൽ അലീം അല്ലെ. അല്ലമ ആദമ ലാ ഇൽമ ലന ഇല്ലാ മ അല്ലംതന ഇന്നക അൻതൽ അലീമുൽ ഹകീം. അപ്പം എത്ര 6 വാക്കുകളാണ് 2 ആയത്തുകളിൽ ഐൻ ലാം മീം വെച്ചിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് പഠിക്കാൻ വളരെ കുറവേ ഉള്ളൂ അല്ലെ, എല്ലാത്തിന്റെയും റൂട്ട് ഒന്ന് തന്നെയാണ്. അപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് വെറുതെ ബുക്കിന്റെ ഒരു ഭാഗത്ത് ഇതേപോലെ ഒരേ റൂട്ടിൽ നിന്ന് വരുന്ന വ്യത്യസ്ത വാക്കുകൾ ഒന്ന് എഴുതി, അതൊരു പ്രാക്ടീസ് ആവും. ഓരോ ഫോമിൽ വരുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം എന്നൊക്കെ. ഓക്കെ, ഇനി ഇവിടെ അൽ അലീം എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു പാറ്റേൺ ആണ്. അൽ ഫഈൽ, അൽ ഫഈൽ എന്നുള്ള പാറ്റേൺ ആണ്. അൽ ഫഈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്താണ് 2 അർത്ഥങ്ങളാണ്. അൽ വരുമ്പം എല്ലാം എന്നുള്ള അർത്ഥം അല്ലെ. അല്ലിന് നമ്മൾ പല സ്ഥലങ്ങളിൽ പറഞ്ഞിരുന്നു. അൽഹംദ് പറഞ്ഞപ്പം, അന്നാസ് പറഞ്ഞപ്പം എല്ലാം ഉൾക്കൊള്ളുന്നത് എന്നുള്ള ഒരു അർത്ഥം അല്ലിന് വരുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഇവിടുത്തെ അൽ അലീമിന്റെ അല്ലിന് എല്ലാം എന്നൊരർത്ഥമുണ്ട്. പ്ലസ് ഫഈൽ പാറ്റേണിൽ വരുമ്പം ഒരു കാര്യത്തിന് അത് കണ്ടിന്യൂസ് ആണ്, അതായത് ഒരിക്കലും നിലയ്ക്കാത്ത, എപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന എന്നൊരർത്ഥം ഉണ്ട്. അപ്പം അൽ അലീം എന്ന് പറയുന്ന എല്ലാ അറിവും എന്ന ഓൾവേസ് ഓൾ എന്ന് പറയും, എപ്പോഴുമുള്ള അറിവ്. അൽ അലീം, അള്ളാഹു സുബ്ഹാനഹു തആലക്ക് എല്ലാത്തിനെ കുറിച്ചും അറിവുണ്ട്, എന്നാൽ എല്ലായ്പ്പോഴും അറിവുണ്ട്. അപ്പം ഈ എപ്പോഴും അൽ ഫഈൽ പാറ്റേണിൽ വരുന്ന വാക്കുകൾ ഒക്കെ ഈ ഒരു അർത്ഥം, അത് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പേരുകൾക്ക് മാത്രമേ അങ്ങനെ നമുക്ക് അൽ ഫഈൽ പാറ്റേൺ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെ. നമ്മൾ അർ റഹീം പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു ഓൾവേസ് ഓൾ മേഴ്സിഫുൾ, എപ്പോഴും കാരുണ്യം, എല്ലാത്തിനും കാരുണ്യം കാണിക്കുന്നവനാണ് റബ്ബ് അല്ലെ. ആലിം എന്ന് പറഞ്ഞാൽ അറിയുന്ന ആൾ, നമ്മൾ ഫായിലിന്റെ അതേ ഫോർമാറ്റ്, അറിവാണ്. അൽമ അറിവാണ്, ആലിം എന്ന് പറഞ്ഞാൽ അറിയുന്ന ആൾ. പക്ഷെ അൽ അലീം എന്ന് പറയുമ്പോൾ എല്ലായ്പ്പോഴും എല്ലാം അറിയുന്ന ആള്, സുബ്ഹാനല്ലാഹ്, റബ്ബ് മാത്രം. നമ്മളെയൊക്കെ അറിവെന്ന് വെച്ചാൽ നമ്മൾ ചിലത് പഠിക്കും വളരെ കുറച്ച്. ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കുമ്പോൾ അതിന് വളരെ 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 ഒരു 1% 2% ഒക്കെ നമ്മൾ പലപ്പോഴും പഠിക്കുന്നുള്ളൂ. അത് തന്നെ നമുക്ക് കുറച്ചു കാലം കഴിയുമ്പോൾ അത് മറന്നു പോകും അല്ലെ. അപ്പോൾ നമ്മളുടേത് ഓൾവേസ് അല്ല നമ്മളുടെ അറിവ്, പ്ലസ് ഓളും അല്ല. കാരണം ഒന്നും നമ്മൾ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പഠിക്കാൻ നമ്മളുടെ ജീവിതത്തിൽ പറ്റാറില്ല. ഈവൻ എന്തെങ്കിലും ഒരു കാര്യത്തിൽ, ഏതെങ്കിലും ഒരു വിഷയത്തിൽ മാസ്റ്റർ ആയിട്ടുള്ള ആളുകൾ എന്ന് വെക്കുക, അയാൾക്ക് പോലും അത് 100% അറിയുണ്ടാവില്ല എന്ന് മാത്രമല്ല, അയാളെ കുറിച്ച് വേറെ എന്തെങ്കിലും, ഇപ്പൊ ഒരു സയന്റിസ്റ്റിന്റെ അടുത്ത് ചോദിച്ചിട്ട് ചെന്നിട്ട് നമ്മൾ ചോറ് വെക്ക എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം അയാൾക്ക് അറിഞ്ഞോളണമെന്നില്ല അല്ലെ. അറിയുന്നവരുണ്ടാവുമായിരിക്കും, എന്നാൽ അറിഞ്ഞോളണമെന്നില്ല. അതേപോലെ
എല്ലാ വിഷയങ്ങളും എല്ലാവർക്കും അറിയില്ല. ഇനി ഒരു വിഷയം തന്നെ കംപ്ലീറ്റ് നമുക്ക് മനുഷ്യന്മാർക്ക് അറിയില്ല. അപ്പം അൽ അലീം എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു തആല മാത്രമാണ്. അപ്പൊ ഈ ഒരു പാറ്റേൺ, അൽ അലീം പാറ്റേൺ ഓർത്തു വെക്കുക. പിന്നെ ഇതുപോലെ അള്ളാഹുവിന്റെ കുറേ പേരുകൾ വരും. അപ്പൊ അതിന്റെ റൂട്ട് നമുക്ക് കിട്ടിയാൽ, ഇവിടെ നമുക്ക് റൂട്ട് അറിയാം, ഐൻ ലാം മീം ആണ് അല്ലെ. അപ്പൊ റൂട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താന്ന് നമുക്ക് തന്നെ പറയാൻ പറ്റും. അപ്പം അൽ അലീം, ഇത് അടുത്തൊരു വാക്ക് അൽ ഹക്കീം, ഹ കാഫ് മീം, ഹിക്മ അല്ലെ. ഹിക്മത്ത് എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, ഒരു ബുദ്ധി അല്ലെങ്കിൽ വിസ്ഡം എന്ന് പറയും അല്ലെ. സാധാരണ അറിവിൽ കവിഞ്ഞ ഒരു കാര്യമാണ് ഹിക്മത്ത് അല്ലെങ്കിൽ വിസ്ഡം എന്ന് പറയുന്നത്. നമുക്ക് അറിവ് വേറെ, ഹിക്മത്ത് വേറെ. അപ്പൊ അള്ളാഹു അൽ അലീമും ആണ്, അതേസമയം അൽ ഹക്കീമും ആണ്, വൈസ് ആണ് അള്ളാഹു സുബ്ഹാനഹു തആല. അപ്പം ഇതേ പാറ്റേൺ തന്നെയാണ് ഇത് അല്ലെ, അൽ ഫഈൽ പാറ്റേൺ തന്നെയാണ്. അതുകൊണ്ട് എപ്പോഴും ഹിക്മത്തുള്ള റബ്ബാണ്, പ്ലസ് എല്ലാത്തിനെ കുറിച്ചും ഹിക്മത്ത് ഉള്ളതാണ്. അപ്പൊ എപ്പോഴും അള്ളാഹുവിന്റെ ഈ പേരുകളുടെ പാറ്റേൺ കാണുമ്പോൾ തന്നെ നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ, ഈ ഒരു പാറ്റേൺ അൽ ഫഈൽ പാറ്റേണിലുള്ള പേരുകൾ അള്ളാഹുവിന്റെ കാണുമ്പോൾ തന്നെ ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തണം. ഓൾവേസ്, ഓൾ, എപ്പോഴും, എല്ലാം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഇനി അടുത്തത് ഖാല, അവൻ പറഞ്ഞു, യാ ആദമു, ആദമേ. അത് നമ്മൾ യാ അയ്യുഹന്നാസ് പറഞ്ഞ പോലെ അവിടെ അയ്യുഹ വരാൻ കാരണം അൽ നാസ് അല്ലെ, അൽ കൂട്ടി ഉള്ള ഒരു വസ്തുവിനെ വിശേഷിപ്പിക്കുന്നത് കൊണ്ടാണ്. ഇവിടെ യാ ആദമു ആയതുകൊണ്ട് അയ്യുഹന്റെ ആവശ്യമില്ല. അപ്പൊ യാ ആദമു, ആദമേന്ന് വിളിക്കുകയാണ്. അംബി ഹും, നീ അവർക്ക് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ അറിയിച്ചു കൊടുക്കുക, ഇൻഫോം ചെയ്യുക. ഓക്കെ, നൂൻ ബ ഹംസ നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞ റൂട്ട് തന്നെയാണ്. വിശദീകരണം നമുക്ക് തഫ്സീറിൽ കാണാം. അൻബ് ഹും, നീ അവർക്ക്, എന്താണ് ഹും എന്നുള്ളതാണ് അവർക്ക് എന്ന് വരുന്നത്. ബി അസ്മാ ഇഹിം, ഇവയുടെ പേരുകളെ പറ്റി. ഇവിടെയും ഇസ്മിന്റെ പ്ലൂറൽ അസ്മാ, ബി അസ്മാ ഇഹിം, ഇവയുടെ പേരുകളെ പറ്റി. ഫലമ്മ, അങ്ങനെ, അല്ലെങ്കിൽ അപ്പോൾ, അംബഹും, അവൻ അവർക്ക് അറിയിച്ചു കൊടുത്തു. ആദം അലൈഹിസ്സലാം അവർക്ക് അറിയിച്ചു കൊടുത്തു. ബി അസ്മാ ഇഹിം, അവയുടെ പേരുകൾ. റിപ്പീറ്റേഷൻ ആണ്, മിക്ക വാക്കുകളും റിപ്പീറ്റേഷൻ ആണ്. അതുകൊണ്ട് തഫ്സീറും നമുക്ക് വളരെ കുറച്ചേ പറയാനുള്ളൂ ഇന്ന് ഇൻഷാ അല്ലാഹ്. പക്ഷെ നമുക്ക് ഉൾക്കൊള്ളാനുള്ള കാര്യങ്ങളാണ് ഒരുപാടുള്ളത് ഇന്നത്തെ ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ്. ഖാല, അവൻ പറഞ്ഞു, അലം അഖുൽ, ആ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്ന ഒരു ചോദ്യം അല്ലെ, ഹംസത്തുൽ ഇസ്തിഫ്ഹാം, ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നുള്ള ചോദിക്കുകയാണ്. അതുകൊണ്ട് അവിടുത്തെ ആദ്യത്തെ ആ ക്വസ്റ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. ലം എന്ന് വെച്ചാൽ ഇല്ലേ, ഡിഡ് നോട്ട് എന്ന് ചോദിക്കുന്ന ഒരു നെഗറ്റീവായിട്ട് നമ്മൾ ചോദ്യം ചോദിക്കുന്ന പോലത്തെ ആ വാക്കാണ് ലം അഖുൽ, ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ. ഓക്കെ, ലക്കും, നിങ്ങളോട്, നിങ്ങൾ എല്ലാവരോടും, ആരോട്, മലായിക്കത്തിനോട്. ഇന്നി, നിശ്ചയമായും ഞാൻ, അലമു, ഏറ്റവും അറിയുന്നവനാണ്, ഗൈബ, മറിഞ്ഞിരിക്കുന്ന കാര്യം, ഗൈബായിട്ടുള്ള കാര്യം, അസ്സമാവാത്തി, ആകാശങ്ങളിലെ, വൽ അർദി, ഭൂമിയിലെ, വ അലമു, എനിക്കാണ് ഏറ്റവും കൂടുതൽ അറിയുന്നത്, മാ തുബ്ദൂന, ഈ അലമു വരെയുള്ള വാക്കുകളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. മാ തുബ്ദൂന ഒരു പുതിയ വാക്കാണ്. ബ ദാൽ വ, വദുവ. ഓക്കെ, നമുക്ക് അതിന്റെ വിശദീകരണം തഫ്സീറിൽ കാണാം. മാ തുബ്ദൂന എന്ന് പറയുമ്പോൾ നിങ്ങൾ വെളിപ്പെടുത്തുന്നത്, അതും ഈ വെളിപ്പെടുത്തലിന് ഒരു പ്രത്യേകത വെച്ചാൽ നിങ്ങൾ ഉദ്ദേശത്തോടു കൂടിയല്ല, അതായത് ഇന്റൻഷനലി അല്ലാതെ വെളിപ്പെടുത്തുന്ന, നിങ്ങളോട് അറിയാതെ വെളിപ്പെടുത്തി പോകുന്നത് എന്ന് പറയില്ലേ, അതുപോലെയുള്ള വെളിപ്പെടുത്തലാണ് തുബ്ദൂന എന്ന് പറയുന്നത്. ഇവിടെ ആദ്യത്തില് തായും അവസാനത്തില് വാവ്നൂനും വന്നത് കൊണ്ടാണ് എന്ത്, നിങ്ങൾ എല്ലാവരും എന്നർത്ഥം വരുന്നത്. തുബ്ദു ആയിരുന്നെങ്കിൽ നീ വെളിപ്പെടുത്തുമായിരുന്നു അല്ലെ. തുബ്ദൂന ആയതുകൊണ്ട് നിങ്ങൾ എല്ലാവരും വെളിപ്പെടുത്തുന്നത്. മലായിക്കത്തിന്റെ അടുത്ത് പറയണം. വമാ കുന്തും, നിങ്ങളായിക്കൊണ്ടിരിക്കുന്നതും, തക്തുമൂൻ, തക്തുമൂൻ എന്ന് പറഞ്ഞാല് അതിന്റെ നേരെ ഓപ്പോസിറ്റ്, നിങ്ങൾ മറച്ചു വെക്കുക, വെളിപ്പെടുത്തുന്നതിന്റെ ഓപ്പോസിറ്റും ആണ്. അതേസമയം ഇവിടെ മറച്ചു വെക്കല് എന്താണ്, നീ ഒരു ഉദ്ദേശത്തോടു കൂടി മറച്ചു വെക്കലാണ്. തുബ്ദൂന അറിയാതെ വെളിപ്പെടുത്തി പോകുന്നതായിരുന്നു. തക്തുമൂൻ എന്ന് പറയുന്നത് ഒരു ഉദ്ദേശത്തോടു കൂടി മറച്ചു വെക്കലാണ്. അപ്പം അത്രയാണ് വാക്കർത്ഥങ്ങള്. നമുക്ക് തഫ്സീറിലേക്ക് കടക്കാം ഇൻഷാ അല്ലാഹ്. അപ്പം അള്ളാഹു സുബ്ഹാനഹു തആല മലായിക്കത്തിന്റെ അടുത്ത് ചിലതൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അല്ലെ. നിങ്ങൾക്ക് അറിയാത്ത എന്തൊക്കെയോ എനിക്കറിയാം. എന്ത്, ഭൂമിയിൽ കൊണ്ടുവരാൻ പോകുന്ന പുതിയ സൃഷ്ടികളുടെ കാര്യത്തിൽ മലായിക്കത്ത് ചോദിച്ചിരുന്നു അല്ലെ. എന്താണ്, അതജഅലു ഫീഹ മൻ യുഫ്സിദു ഫീഹ വയസ്ഫിക്കു ദിമാ അല്ലെ, രക്തച്ചൊരിച്ചിൽ ഉണ്ടാക്കുന്ന, കുഴപ്പമുണ്ടാക്കുന്ന അവരെ നീ കൊണ്ടുവരാണോ? അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആല അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാത്തത് എനിക്കറിയാം. അപ്പൊ അത് അവരുടെ അടുത്ത് പ്രൂവ് ചെയ്യണം അല്ലെ. മനുഷ്യർക്ക് എന്തോ ഒരു സ്പെഷ്യൽ ക്വാളിറ്റി ഉണ്ട്, മറ്റുള്ള ഒരു സൃഷ്ടികൾക്കും ഇല്ലാത്ത, അല്ലെങ്കിൽ മലായിക്കത്ത് സംശയിക്കുന്ന
ഇതിനു മുമ്പ് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയിരുന്ന ആ സൃഷ്ടികൾക്ക് ഇല്ലാത്ത, അല്ലെങ്കിൽ ഈവൻ മലായിക്കത്തിന് തന്നെ ഇല്ലാത്ത എന്തോ ഒരു സ്പെഷ്യൽ ക്വാളിറ്റി ഇവർക്കുണ്ടെന്ന്. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹു എങ്ങനെയാണ് അത് പ്രൂവ് ചെയ്യുന്നത് നോക്കാം. വ അല്ലമ, അങ്ങനെ അവൻ പഠിപ്പിച്ചു. ആര്? അള്ളാഹു സുബ്ഹാനഹു തആല. അല്ലമ എന്ന് പറയുന്നത് യുഅല്ലിം, അല്ലമ യുഅല്ലിമു തഅലീം, ഐൻ ലാം മീം, പഠിപ്പിക്കുക, പഠിപ്പിക്കുക അല്ലെങ്കിൽ അറിവ് നൽകുക എന്നൊക്കെയാണ്. ഇവിടെ എന്താണ് വളരെ എന്താ പറയാ സ്റ്റേജസ് ആയിട്ട് അറിവ് നൽകാന്നുണ്ട്. അത് ഒറ്റ അടിക്കല്ല. നമ്മൾ നസല എന്ന് പറഞ്ഞപ്പോ പറഞ്ഞിരുന്നല്ലോ, ഗ്രാജുവലി അതിങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇറക്കുന്നതിനാണ് നസല എന്ന് പറയുന്നത്. ഉൻസില എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് ഇറക്കുന്നതാണെന്ന്. അതേപോലെ അല്ലമ എന്ന് പറഞ്ഞാൽ ഗ്രാജുവലി മെല്ലെ മെല്ലെ കുറച്ച് കുറച്ചായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിപ്പിക്കുക എന്നുള്ള അർത്ഥം അല്ലമയ്ക്ക് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പം അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിച്ചു ആരെ? ആദം അലൈഹിസ്സലാമിനെ, അല്ലെ? ആദം എന്നുള്ള വാക്കിന് റൂട്ട് പറയുന്നത് ഹംസ ദാൽ മീം, ഉദ്മ. ഉദ്മ എന്നുള്ള വാക്കിന് പ്യുവർ വൈറ്റിന്റെയും ഡാർക്കിന്റെയും ഇടയ്ക്കുള്ള ഒരു കളർ എന്നാണ് പറയപ്പെടുന്നത്. അതായത് പ്യുവർ വൈറ്റ്, നല്ല വെളുവിളാന്നുള്ള വൈറ്റും അതേസമയം ഡാർക്കസ്റ്റ് ആ ഒരു ഫോമിന്റെയും ഇടയ്ക്കുള്ള, അതായത് എന്താ പറയാ ഒരു ഓഫ് വൈറ്റ്, ബീജ് പോലെയുള്ള പല കളേഴ്സ് ഉണ്ടാവും അല്ലെ? ഈ രണ്ടെണ്ണത്തിന്റെ ഇടയ്ക്ക് നമ്മൾ കളർ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കളേഴ്സ് ഉണ്ടാവും. അപ്പം ആ ഒരു ഫോമാറ്റിലുള്ള കളേഴ്സിനാണ് ഉദ്മ എന്ന് പറയുന്നത്. നമുക്കറിയാം അല്ലെ, മനുഷ്യന്മാരുടെ കളേഴ്സ് എന്ന് പറയുന്നത് അതാണ്. പ്യുവർ വൈറ്റ് ആയിട്ടുള്ള കളർ ആർക്കും ഇല്ല അല്ലെ? അതേപോലെ ഡാർക്കസ്റ്റ് അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ആയിട്ടുള്ള കളേഴ്സ് ആർക്കും ഇല്ല. അത് എല്ലാ കളേഴ്സും ഇതിന്റെ രണ്ടിന്റെയും ഇടയ്ക്കാണ്. അപ്പം ആ ഒരു വാക്കിൽ നിന്നാണ് ആദം ഉണ്ടായതെന്നും പറയുന്നുണ്ട്. അതുപോലെ അദീം എന്നുള്ള വാക്ക്, അദീം എന്നുള്ള വാക്കിന്റെ അർത്ഥം ഭൂമിയുടെ ഉപരിതലം അല്ലെങ്കിൽ ക്രസ്റ്റ് എന്ന് പറയുന്ന ഭാഗം, മോൾ ഭാഗം. അപ്പം ആദം അലൈഹിസ്ലാം അദീം എന്നുള്ള വാക്കിൽ നിന്നാണ് ആദം ഉണ്ടായത് എന്നുള്ളതിന്റെ കാരണം എന്ന് പറയുന്നത് ആദം ഭൂമിയുടെ ഉപരിതലത്തിലുള്ള മണ്ണിൽ നിന്ന് അല്ലെങ്കിൽ ചെളിയിൽ നിന്ന് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണ് എന്നതുകൊണ്ട്. അപ്പം ഈ രണ്ട് കാര്യങ്ങളാണ് ഉദ്മ അല്ലെങ്കിൽ ആദം അലൈഹിസ്ലാമിന്റെ റൂട്ട് ഹംസ ദാൽ മീമിന് കൊടുത്തിരിക്കുന്ന വിശദീകരണം. ഓക്കെ, അപ്പം അള്ളാഹു സുബ്ഹാനഹു തആല ആദം അലൈഹി ഇസ്ലാമിനെ എന്താ പഠിപ്പിക്കുന്നത് ഇവിടെ? അൽ അസ്മാ, പേരുകൾ അല്ലെ? ഇസ്മിന്റെ പ്ലൂറലാണ് അസ്മാ, പേരുകളാണ് പഠിപ്പിക്കുന്നത്. എന്തിന്റെ? കുല്ലഹ, അവ എല്ലാത്തിന്റെയും, അത് എല്ലാത്തിന്റെയും പേരുകൾ അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുന്നുണ്ട്. അപ്പം എന്തിന്റെ പേരുകളാണ് ഇവിടെ? അതായത് അള്ളാഹു സുബ്ഹാനഹു തആല ആ സമയത്ത് ആദം അലൈഹിസ്സലാമിന് എന്തിന്റെ പേരുകളാണ് പഠിപ്പിച്ചു കൊടുത്തതെന്നുള്ളതിന് പണ്ഡിതന്മാര് പല രീതിയിൽ പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. കാരണം മനുഷ്യന്മാർക്ക് ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഭൂമിയിൽ സർവൈവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാത്തിന്റെയും പേരുകളാണെന്ന് പറയുന്നുണ്ട്. അത് മരങ്ങള്, പുഴകള്, നദികള്, കടല്, പക്ഷികള്, മൃഗങ്ങള്, ചെടികള്, ഭക്ഷണ സാധനങ്ങള്, വെള്ളം, മലകള്, അങ്ങനെ അങ്ങനെ ഭൂമിയിലുള്ള എല്ലാത്തിന്റെയും അല്ലെങ്കിൽ മനുഷ്യന് ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മറ്റ് സൃഷ്ടിപ്പുകളായിട്ടുള്ള അല്ലെങ്കിൽ ഭൂമിയിൽ മനുഷ്യൻ ഉപയോഗിക്കുന്ന, മനുഷ്യന് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ഭൂമിയിലുള്ള എല്ലാ സാധനങ്ങളുടെയും പേരുകളാണ് അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിച്ചു കൊടുത്തത്. എക്സാക്ട്ലി അതെന്താണെന്ന് ആർക്കും അറിയില്ല, അള്ളാഹു ആലം. ഓക്കെ, അപ്പം കുറെ സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു തആല അതിന്റെ എല്ലാം പേരുകൾ ആദം അലൈഹിസ്സലാമിന് പഠിപ്പിച്ചു കൊടുത്തു. എന്നാൽ മലായികത്തിന് ഈ ഭൂമിയിൽ ഉണ്ടാകാൻ പോണ അല്ലെങ്കിൽ ഭൂമിയിലുള്ള ഈ കാര്യങ്ങളുടെ ഒരു പേരുകളും അറിയൂല എന്നുള്ളതാണ് വാസ്തവം. സുമ്മ, പിന്നീട്, അറദഹും, എന്ത്? അള്ളാഹു സുബ്ഹാനഹു തആല അവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്തു, പ്രദർശിപ്പിച്ചു, കാണിച്ചു കൊടുത്തു. അറദഹും അവിടെ മലായികത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അറദ ഐൻ റ ദാദ്, അത് പ്രസന്റ് ചെയ്യുക എന്നുള്ളത്, എന്തെങ്കിലും ഒരു സാധനം പരേഡ് ചെയ്യുക അല്ലെങ്കിൽ പ്രദർശിപ്പിക്കുക എന്നൊക്കെ. അപ്പം ആരുടെ മുമ്പിലാണ് അള്ളാഹു സുബ്ഹാനഹു തആല പ്രദർശിപ്പിച്ചത്? അലൽ മലായിക, മലായികത്തിന്റെ മുമ്പിൽ അള്ളാഹു സുബ്ഹാനഹു തആല പ്രദർശിപ്പിച്ചു. പിന്നീട് ഫഖാല, അവൻ പറഞ്ഞു, അംബിഊനി, നിങ്ങൾ എന്നെ അറിയിക്കുക, ഇൻഫോം ചെയ്യുക. നബ എന്നുള്ളത് നൂൻ ബ ഹംസ അല്ലെ? നബ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ന്യൂസ്, വളരെ പ്രാധാന്യം അർഹിക്കുന്ന അല്ലെങ്കിൽ വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ന്യൂസിനാണ് നബ എന്ന് പറയുന്നത്. അമ്മയതസാഅലൂൻ അനിൻ നബഇൽ അദീം അല്ലെ? അവിടെ ഒരു വാർത്തയാണ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാർത്ത. അൻബ എന്ന് പറഞ്ഞാല് നിങ്ങൾ അറിയിക്കുക, ആ ഒരു വാർത്ത എന്താണോ അത് നിങ്ങൾ അറിയിക്കുക, എന്നോട് പറയേ. എന്താണ്? ബി അസ്മാഇ ഹഉലാഇ, അപ്പം ഇതിന്റെ എല്ലാം
പേരുകൾ നിങ്ങൾ എന്നോട് പറയും. ആരോടെ പറയുന്ന? മലായിക്കത്തിന്റെ അടുത്ത് അല്ലെ. ആദം അലൈഹി ഇസ്ലാമിന് ഇതെല്ലാം പഠിപ്പിച്ചിട്ട് ഈ സാധനങ്ങളെല്ലാം മലായിക്കത്തിന് അള്ളാഹു സുബ്ഹാനഹു വതആല കാണിച്ചു കൊടുക്കുകയാണ്. ആ ഒരു മജ്ലിസൊക്കെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്, എന്താണ് അവിടെ സുബ്ഹാനല്ലാഹ് അല്ലെ. സ്വർഗത്തിൽ വെച്ച് നടക്കുന്ന ഒരു സംഭാഷണമാണത്. അപ്പൊ ഭൂമിയിലുള്ള എല്ലാ സാധനങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വതആല മലായിക്കത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കല്ലേ, ഒരു സ്ക്രീൻ പോലെ ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൊടുക്കുകയായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വതആല. ഹാ ഉലായി എന്ന് പറയുമ്പം ഹാദ എന്ന് പറഞ്ഞാൽ ഇത്, ഹാദയുടെ പ്ലൂറലാണ് ഹാ ഉലായി. അപ്പം ഇവയെല്ലാം, ഓക്കെ, ഇവയെല്ലാത്തിന്റെയും പേരുകള് അംബി ഊനി, നിങ്ങൾ എനിക്ക് പറഞ്ഞതാ, ഇതിന്റെയൊക്കെ പേരുകൾ നിങ്ങൾ പറഞ്ഞതാ. ഇൻ കുന്തും സ്വാദിഖീൻ, നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ. സ്വാദ് ദാല് ഖാഫ്, നമുക്കറിയാം ഒരുപാട് പ്രാവശ്യമായി പറയുന്ന അല്ലെ, ഇതൊക്കെ സത്യം പറയുന്നവർ. അപ്പൊ നിങ്ങൾ ഒരു വലിയ അവകാശം പറഞ്ഞല്ലോ അല്ലെ, ഭൂമിയിൽ നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല കൊണ്ടുവരാൻ പോകുന്ന ഈ ഖലീഫമാര് അവരവിടെ രക്തം ചൊരിച്ചിൽ ഉണ്ടാക്കും, കുഴപ്പമുണ്ടാക്കും എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ വലിയ കാര്യമായിട്ട് കറക്റ്റ് ആയിട്ട് അറിയാം, ഈ മനുഷ്യന്മാരുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ഭാവി എന്തായിരിക്കും നിങ്ങൾക്ക് ഇത്ര കറക്റ്റ് ആയിട്ട് അറിയാമെങ്കിൽ ഇതാ ഭൂമിയിലേക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ, ഇതിന്റെ പേരുകളൊക്കെ ഒന്ന് നിങ്ങൾ പറയും. അപ്പം അള്ളാഹു സുബ്ഹാനഹു വതആല എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്? എന്തിനാണ് മലക്കുകളെ ഈ രീതിയിൽ ടെസ്റ്റ് ചെയ്യുന്നത്? മലക്കുകളോട് പറയാണ്, ഇല്ല, നിങ്ങൾക്ക് എല്ലാം ഒന്നും അറിയൂല അല്ലെ, നിങ്ങൾക്ക് പറയാൻ പറ്റൂല മനുഷ്യന്മാര് ഭൂമിയിൽ മൊത്തം കുഴപ്പമുള്ളവരാണ്, മൊത്തം തിന്മ ചെയ്യുന്നവരാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റൂല. നിങ്ങൾക്ക് ഈ ഒരു വസ്തുക്കളുടെ പേരുകൾ, അതായത് ഭൂമിയിൽ ഉണ്ടാവാൻ പോണ ഈ പറഞ്ഞ ഒരു വസ്തുക്കളുടെ പേരുകളും നിങ്ങൾക്ക് അറിയൂല. അപ്പൊ നിങ്ങൾക്ക് അവിടെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന മനുഷ്യന്മാരുടെ ഭാവിയും നിങ്ങൾക്ക് അറിയൂല. അപ്പം നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് അല്ലെ. അതായത് നിങ്ങൾ ഏകദേശം പറയാതെ പറഞ്ഞിരുന്നു എന്ത്, മലായിക്കത്തല്ലാത്ത ഒരു ഖലീഫയെ അല്ലെ, മലായിക്കത്തല്ലാത്ത ഒരു സൃഷ്ടിനെ ഭൂമിയിൽ കൊണ്ടുവരികയാണെങ്കിൽ അവനും അവന്റെ പുതിയ ജനറേഷൻസും അള്ളാഹുവിനെ അനുസരണക്കേട് കാണിക്കും, കുഴപ്പമുണ്ടാക്കും, രക്തച്ചൊരിച്ചിലുണ്ടാക്കും എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷെ നിങ്ങൾ അനുസരണയുള്ളവരാണ്, നിങ്ങൾ എന്നെ സ്തുതിക്കുന്നവരാണെന്നൊക്കെ നിങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ ഈ പറഞ്ഞ ഭൂമിയിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഈ വസ്തുക്കളുടെ പേരുകൾ ഒന്നും അറിയാത്ത, അത്രക്കും കുറച്ച് അറിവുള്ള നിങ്ങൾ ഭൂമിയിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന മനുഷ്യന്മാർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് പറയാനുള്ള അറിവ് നിങ്ങൾക്ക് ഇല്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ഖലീഫമാരായിട്ട് ഭൂമിയിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് മതിയായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതില് വാസ്തവമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള അറിവില്ല. ഭൂമിയിലെ ഏറ്റവും നല്ല ചോയ്സ് എന്താണെന്ന് തീരുമാനിക്കാനുള്ള അറിവ് നിങ്ങൾക്ക് ഇല്ല. സുബ്ഹാനല്ലാഹ്. അപ്പം അവർ ഓൾറെഡി ഒരു കാര്യം പറഞ്ഞു പോയി, അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെ കറക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് നിഷേധിച്ചല്ലേ. അവർക്ക് മനസ്സിലായി, ഇല്ല, അപ്പൊ ഞങ്ങൾ പറഞ്ഞത് എന്തായി, അബദ്ധമായി പോയി അല്ലേ, എന്താണ് അവിടെ സംഭവിക്കാൻ പോണത് നമുക്ക് അറിയൂല എന്നുള്ളത് അവർക്ക് മനസ്സിലായി. അവർക്ക് അതിനെക്കുറിച്ച് ഒരു കാര്യവും അറിയൂല എന്ന് അവർക്ക് മനസ്സിലായി അല്ലേ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു അബദ്ധം ചെയ്തു പോയത് എന്നുള്ള ഒരു അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത് അല്ലെ. അല്ലെങ്കിൽ നമുക്കിത് അറിയില്ലല്ലോ എന്നുള്ള അത് മനസ്സിലാക്കിയ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അവരുടെ റിയാക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അവർ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ എന്താണ് തിരിച്ചു പറയുന്നത്? ഒരുപാട് നമുക്ക് പാഠങ്ങൾ ഉൾക്കൊള്ളാനുള്ള ഒരു കാര്യമാണിത്. ഖാലു, അവർ പറഞ്ഞു, സുബ്ഹാനക, അല്ലേ, നീയാണ് ഏറ്റവും പരിശുദ്ധൻ, ഏറ്റവും അധികം സ്തുതിക്കപ്പെടേണ്ടത് നീയാണ്, നീയാണ് ഏറ്റവും 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 ബെസ്റ്റ് അല്ലെ, എല്ലാ പരിമിതികൾക്കും അതീതനാണ് നീ. എന്താ അവരത് പറയുന്നതിന്റെ അർത്ഥം? കാരണം നീ ഒന്നും വെറുതെ ഒരു കാരണമില്ലാതെ സൃഷ്ടിക്കൂല, അതിന്റെ പിന്നിൽ ഒരു ഹിക്മത്ത് ഇല്ലാതെ നീ സൃഷ്ടിക്കൂല. അപ്പൊ നീ മനുഷ്യന്മാരെ സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ, നീ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ന്യായമായ കാരണം കൊണ്ട് തന്നെ ആയിരിക്കും. അതിന്റെ ഒരു ഹിക്മത്ത് എന്തായാലും അതിന് പിന്നിൽ ഉണ്ടാകും. സുബ്ഹാനക, അല്ലേ, ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല, ഞങ്ങളിതാ കീഴൊതുങ്ങിയിരിക്കുന്നു, നീ പരിശുദ്ധനാണ്. ലാ എൽമലന, ഞങ്ങൾക്ക് ഒരു അറിവുമില്ല, ഇല്ലാ മാ അല്ലംതന, നീ പഠിപ്പിച്ചു തന്നത് അല്ലാതെ. അപ്പൊ നീ പഠിപ്പിച്ചതല്ലാത്തതൊന്നും ഞങ്ങൾക്ക് അറിയൂല. അള്ളാഹു സുബ്ഹാനഹു വതആലയോട് അങ്ങേ അടുത്തിട്ടുള്ള സൃഷ്ടികളാണ് മലായിക്കത്ത് അല്ലെ. അവര് പറയാണ്, ഞങ്ങൾക്ക് നീ പറഞ്ഞു തന്നതല്ലാതെ, കാരണം അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും, എല്ലാ സൃഷ്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും ചെയ്യുന്ന അള്ളാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട, ഏറ്റവും അടുത്ത് നിൽക്കുന്ന സൃഷ്ടികളാണ്, അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ വിശിഷ്ടമായ സൃഷ്ടികളാണ് മലായിക്കത്ത്. അവര് പറയാണ്, നീ പഠിപ്പിച്ചതല്ലാത്തതൊന്നും ഞങ്ങൾക്ക് അറിയൂല. അപ്പൊ നമ്മൾ മനുഷ്യന്മാർക്ക് എനിക്കെല്ലാം അറിയാമെന്ന് ചിന്തിക്കാനോ പറയാനോ എന്തെങ്കിലും അവകാശം ഉണ്ടോ അല്ലെ?
എന്തെങ്കിലും ഓരോ ഒരു പോക്ക് കണ്ടിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതാണ് തോന്നുന്നത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അല്ലെ, പലരെ കുറിച്ചും അത് ഇന്ന സ്ഥലത്ത് എത്താനുള്ളതാണ്, അപ്പോക്കെ അതിനുള്ളതാണ് അല്ലെ. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഇത്രയും അടുത്തുള്ള മലായിക്കത്തിന് അള്ളാഹു പറഞ്ഞു കൊടുത്തതല്ലാത്തതൊന്നും അവർക്ക് അറിയൂല. പിന്നെ നമുക്ക് എന്താ അറിയാൻ പറ്റുക? അല്ലെങ്കിൽ ഈ പറഞ്ഞ ഭാവി പ്രവചനം അല്ലെ, നിങ്ങളെപ്പോ മരിക്കും, നിങ്ങളെപ്പോ കല്യാണം കഴിക്കും, അങ്ങനെയുള്ള പല പല കാര്യങ്ങളും നമ്മുടെ ചുറ്റുപാട് നടക്കുന്നുണ്ട് അല്ലെ. ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും പറയാനുള്ള അവകാശമുണ്ടോ? അങ്ങനെ പറയുന്നവര് കള്ളന്മാരാണ്. കാരണം അള്ളാഹുവായിട്ട് ഇത്രയും അടുത്തുള്ള മലായിക്കത്തിന് അറിയാത്തത് വേറൊരാൾക്കും അറിയാൻ യാതൊരു വകുപ്പുമില്ല. തുടർന്ന് അവര് പറയാണ്, ഇന്നക നിശ്ചയമായും നീ, അൻത നീ മാത്രമാണ്. ഞാൻ പറഞ്ഞു അൻത എന്ന് പറഞ്ഞാൽ നീ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. പക്ഷെ ഇന്നക്കയുടെ കൂടെ വരുമ്പോൾ അത് ഒരു സ്ട്രെസ്സും കൂടെയാണ്. നിശ്ചയമായും നീ മാത്രമാണ് എന്ത്, അൽ അലീം, എല്ലാം അറിയുന്നവൻ അല്ലെ. എല്ലായ്പ്പോഴും എല്ലാം അറിയുന്നവൻ, എല്ലാത്തിനെ കുറിച്ചും പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും എല്ലാം അറിയുന്നവൻ നീ മാത്രമാണ്. അൽ ഹക്കീം, നീ മാത്രമാണ് അങ്ങേയറ്റം ഹിക്മത്തുള്ളവൻ, എല്ലായ്പ്പോഴും എല്ലാത്തിനെ കുറിച്ചും ഹിക്മത്തുള്ളവൻ. ഹ കാഫ് മീം ഹക്കീം, ഹിക്മ എന്ന് വെച്ചാൽ വിസ്ഡം, ബുദ്ധി ഒക്കെ, യുക്തി എന്നൊക്കെ പറയാം. അപ്പം നീ മനുഷ്യന്മാരെ സൃഷ്ടിക്കുന്ന കാര്യത്തിൽ ഒരു ഹിക്മത്ത് ഉണ്ട്. സുബ്ഹാനക, നീ പരിശുദ്ധനാണ്, നീ എല്ലാ പരിമിതികൾക്കും അതീതനാണ്. നിന്റെ തീരുമാനത്തിൽ ഞങ്ങൾക്ക് ഒരു എന്താണ് ഒബ്ജക്ഷനും ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ചോദ്യമേ ഇല്ല. ഞങ്ങൾക്ക് അതിന്റെ ഹിക്മത്ത്, നിനക്ക് അതിനൊരു ഹിക്മത്ത് ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. സുബ്ഹാനല്ലാഹ്. തുടർന്ന് ഖാല, എന്താണ് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു ആരോട്? യാ ആദമോ, ഓ ആദമേ, ആദമിന്റെ അടുത്ത് പറയാണ്, അംബിഹും, നീ അവർക്ക് പറഞ്ഞു കൊടുക്ക. ഈ അൻബി ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലെ, സെയിം റൂട്ട്, നോൻ ബ ഹംസ. അംബിഹും, നീ പറഞ്ഞു കൊടുക്ക. എന്താണ് മലായിക്കത്തിന് എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? ബി അസ്മാഇഹിം, ഇവയുടെ പേരുകള്. കാരണം മലക്കളുടെ അടുത്ത് ചോദിച്ചപ്പോ അവര് പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് അറിയില്ല എന്നല്ലേ. അപ്പം അള്ളാഹു സുബ്ഹാനഹു തആല ആദം അലൈഹി ഇസ്ലാമിനോട് പറയാണ്, നീ പറഞ്ഞു കൊടുക്ക് അവർക്ക് അവയുടെ പേരുകൾ. ഫലമ്മാ അംബാഹും, അങ്ങനെ ആദം അലൈഹി ഇസ്ലാം പറഞ്ഞു കൊടുത്തപ്പോൾ, അത് മലായിക്കത്തിന് പറഞ്ഞു കൊടുത്തപ്പോൾ, ബി അസ്മാഇഹിം, അവയുടെ പേരുകൾ. ഒക്കെ റിപ്പീറ്റേഷൻ ആണ്, ഞാൻ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഖാല, അവൻ പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, അലം അഖുൽ, ഞാൻ പറഞ്ഞിട്ടില്ലേ നിങ്ങളുടെ അടുത്ത് അല്ലേ, ഞാൻ പറഞ്ഞിട്ടില്ലേ. അഖുൽ എന്ന് പറയുന്നതും ഖാഫ് വാവ് ലാം തന്നെയാണ്. കാല കൗല എന്നൊക്കെ പറയാം, കൗല എന്നൊക്കെ പറയുന്ന റൂട്ട് തന്നെയാണ് അഖുൽ. അപ്പൊ ഞാൻ പറഞ്ഞിട്ടില്ലേ. എന്താണ് പറഞ്ഞത്? ഇന്നി അലമു, നിശ്ചയമായും എനിക്കറിയാം, അല്ലെങ്കിൽ ഞാനാണ് ഏറ്റവും അറിയുന്നവൻ എന്ന്. ഗൈബസ് സമാവാതി, ആകാശങ്ങളുടെ ഓയിബിനെ അല്ലെ, ആകാശങ്ങളിൽ മറിഞ്ഞിരിക്കുന്നവനെ, വൽ അർദി, മറിഞ്ഞിരിക്കുന്നതിനെ, വൽ അർദി, ഭൂമിയിലും അല്ലെ, അതിനെ കുറിച്ചൊക്കെ എനിക്കറിയാം, ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ലേ. എല്ലാം അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചും എനിക്കറിയാം, ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ലേ. അള്ളാഹുവിന്റെ അറിവ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആണ് അല്ലെ, ഒന്നും മിസ്സാവുന്നില്ല, ഒന്നും മിസ്സാവാത്ത അറിവാണ്. നമുക്ക് ഗൈബ് എന്ന് പറയുന്നത് എല്ലാം അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ഗൈബാണ് അല്ലെ. നമ്മളുടെ സെൻസസിന് കാണാത്തതെല്ലാം ഗൈബാണ്. നമ്മള് കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്ത, ചെവി കൊണ്ട് കേൾക്കാൻ പറ്റാത്ത, ടച്ച് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റാത്തതൊക്കെ ഗൈബാണ്. അപ്പൊ ആകാശത്തിലും ഭൂമിയിലുമുള്ള എല്ലാ ഗൈബിനെ കുറിച്ചും എനിക്കറിയാമെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ലേ. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയാത്ത നമ്മൾ കണ്ടിട്ടില്ലാത്ത ചില സാധനങ്ങളുണ്ട്, കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങളുണ്ട്, അതൊക്കെ ഗൈബാണ് അല്ലെ. അതേപോലെ കണ്ടിട്ടില്ലാത്ത സമയങ്ങൾ, അല്ലെങ്കിൽ നമ്മൾക്ക് അറിവില്ലാത്ത സമയങ്ങളും ഉണ്ട്. ഇപ്പം നമ്മളുടെ പാസ്റ്റ്, നമ്മളെ തന്നെ പാസ്റ്റ് നമുക്കിങ്ങനെ ചുരുള് പോലെ ഇങ്ങനെ തുറന്ന് 20 കൊല്ലം എന്താ സംഭവിച്ചതെന്ന് അറിയൂല അല്ലെ. നമ്മളെ പാസ്റ്റ് എന്ന് വെച്ചാൽ ചിലപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ചിലപ്പോൾ നമ്മൾ അറിയാതെ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവും, അതൊന്നും നമുക്ക് അറിയൂല. നമുക്ക് അതിന്റെ പിന്നിലേക്ക് പോയിട്ട് അതൊരു പിക്ചറിൽ കാണുന്ന പോലെ കാണാനൊന്നും നമ്മളെ കൊണ്ട് പറ്റൂല. നമ്മളെ ഫ്യൂച്ചർ നമുക്ക് കാണാൻ പറ്റൂല. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആലക്ക് ഭൂമിയിലെയും ആകാശത്തിന്റെയും എല്ലാം അറിയാം, എല്ലാ ഗൈബും അറിയാന്ന് പറയുന്നത് എല്ലാം ഭൂമിയിലും ആകാശത്തിലും കഴിഞ്ഞതും നടക്കുന്നതും നടക്കാൻ പോകുന്നതുമായിട്ടുള്ള എല്ലാം അള്ളാഹു സുബ്ഹാനഹു തആലക്ക് അറിയാം. മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സൃഷ്ടിപ്പിന്റെ അവസാനം വരെ എന്ത് സംഭവിക്കുന്നു അള്ളാഹു സുബ്ഹാനഹു തആലക്ക് അറിയാം. ഇന്നി അഅലമു ഗൈബസ് സമാവാതി വൽ അർദി. പിന്നെ അള്ളാഹു പറയാണ് വ അഅലമു, എനിക്കറിയാം എന്ത്, എനിക്ക് ഏറ്റവും നന്നായിട്ട് അറിയാം എന്ത്, മാ തുബ്ദൂന, നിങ്ങൾ മറച്ചു വെച്ചത്. സുബ്ഹാനല്ലാഹ്, മറച്ചു വെച്ചതല്ല, നിങ്ങൾ വെളിപ്പെടുത്തിയത്, നിങ്ങൾ അറിയാതെ വെളിപ്പെടുത്തി പോയത് അല്ലെ. തുബുദൂന എന്നുള്ള വാക്കിന് ബ ദാൽ വാവ്, ബുദു എന്ന് പറഞ്ഞാല് എന്തെങ്കിലും ഒരു കാര്യം
വെളിപ്പെടുത്തുക, അതായത് ഉദ്ദേശത്തോടു കൂടി അല്ലാതെ വെളിപ്പെടുത്തി പോവുക എന്നുള്ള അർത്ഥം. ഇത് ബാദിയ എന്നുള്ള വാക്കിൽ നിന്നാണ് വന്നത് എന്നാണ് പറയുന്നത്. ബാദിയ എന്ന് പറയുന്നത് മരുഭൂമിക്ക് ഉപയോഗിക്കുന്ന വാക്കാണ്. മരുഭൂമിയിൽ അല്ലെ അതിന് എല്ലാം വിസിബിൾ ആണ്, എല്ലാം ഇങ്ങനെ പ്രത്യക്ഷമായിട്ട് കിടക്കണം. കാരണം ഒന്നിനെങ്കിലും മറയ്ക്കാൻ ഒരു മലയോ ഒരു ചെടിയോ ഒരു ബിൽഡിങ്ങോ ഒന്നും മരുഭൂമിയിലില്ല, അത് ഫ്ലാറ്റ് ആണ് അല്ലെ. അപ്പം അവിടെ വേണമെന്ന് വെച്ചാലും ഒന്നും മറയ്ക്കാൻ പറ്റില്ല. അപ്പൊ അത് വെളിപ്പെടുത്തി എല്ലാം വിസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ബാദിയ. ഇതിൽ നിന്നാണ് ബുദു എന്നുള്ള വാക്ക് വന്നിട്ടുള്ളത്. അപ്പൊ മാ തുബ്ദൂന, നിങ്ങൾക്ക് ഒന്നും മറയ്ക്കാൻ പറ്റൂല. മാ തുബ്ദൂന വമാ കുന്തും, പിന്നെന്താണ് തക്തുമോ, നിങ്ങൾ മറച്ചു വെച്ചതും. കാഫ് ത മീം അതാണ് റൂട്ട്. തക്തുമോൻ അല്ലെങ്കിൽ കത്തമ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറച്ചു വെക്കുക, മനഃപൂർവ്വം ഒളിപ്പിച്ചു വെക്കുക എന്നൊക്കെ അർത്ഥം. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് കാണിച്ചതും നിങ്ങൾ എന്ത് കാണിക്കാത്തതും അത് എനിക്കറിയാം, നിങ്ങൾ പറയുന്നതും നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളതും എനിക്കറിയാം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. ഒന്നും എന്നിൽ നിന്ന് മറച്ചു വെക്കാൻ പറ്റൂല. ഇന്നി അഅലമു ഗൈബസ് സമാവാതി വൽ അർദി വഅഅലമു മാ തുബ്ദൂന വമാ കുന്തും തക്തുമൂൻ. ഇവിടെ എന്താണ് മലായിക്കത്ത് വെളിപ്പെടുത്തിയത്, എന്താണ് അവര് മറച്ചു വെച്ചത്? ഓക്കെ, അവര് വെളിപ്പെടുത്തിയത് എന്താന്ന് വെച്ചാൽ അല്ലെ, അവര് നേരിട്ട് ചോദിച്ചൊരു കാര്യമുണ്ട്. തജഅലു ഫിഹാ മൻ യുഫ്സിദു ഫിഹാ വയസ്ഫികു ദിമാ, നീ ഭൂമിയിൽ കുഴപ്പം പിടിച്ച ആൾക്കാരെ അല്ലെങ്കിൽ രക്തം ചിന്തുന്ന സൃഷ്ടികളെ ഉണ്ടാക്കാൻ പോവുകയാണോ? അതാണ് അവർ വെളിപ്പെടുത്തിയത് അല്ലെ. അവർ മറച്ചു വെച്ചത് എന്താണ്? അവർ ചോദിക്കാതെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, ഞങ്ങളുടെ ആരാധന പോരെ നിനക്ക്, കാരണം ഞങ്ങൾ ആരാധിക്കുന്നു എന്നേ അവർ പറഞ്ഞിട്ടുള്ളൂ, ഞങ്ങളുടെ ആരാധന മാത്രം പോരെ നിനക്ക് എന്ന് അവർ ചോദിച്ചിട്ടില്ല. അവർ ഇൻഡയറക്റ്റ് ആയിട്ട് അത് പറയായിരുന്നു. അപ്പൊ നിങ്ങൾ പുറത്തു പറഞ്ഞതും എന്താണ് മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചതും ഒക്കെ എനിക്കറിയാം, എന്നിൽ നിന്ന് നിങ്ങൾക്ക് ഒന്നും മറയ്ക്കാൻ പറ്റൂല. ഇവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വേറൊരു കാര്യം കൂടി ഈ കാര്യത്തിൽ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് തരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾ മറച്ചു വെച്ചതും നിങ്ങൾ വെളിപ്പെടുത്തിയതും ഒക്കെ എനിക്കറിയാം എന്ന് പറയുമ്പോൾ ചില രഹസ്യങ്ങളും എനിക്കറിയാം എന്നുള്ള ഒരു അർത്ഥം കൂടെയുണ്ട്. അതായത് ആ ഒരു സമയത്ത് അപ്പോഴുള്ള ആ ഒരു മജ്ലിസില് മലായിക്കത്തിന്റെ കൂടെ ഇബ്ലീസ്, ജിന്നുകളിൽ ഏറ്റവും ശ്രേഷ്ഠനായ, ഇബാദത്ത് കൊണ്ട് മലായിക്കത്തിന്റെ കൂടെ നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരാളായിരുന്നു ഇബ്ലീസ്. അപ്പം ആ ഒരു ശ്രേഷ്ഠത കിട്ടിയിട്ടുള്ള ഇബ്ലീസും മലായിക്കത്തിന്റെ കൂടെ ഉണ്ട്. അത് പല തെളിവുള്ള കാര്യമാണ്. അപ്പം ഇബ്ലീസിന്റെ ഹൃദയത്തിൽ അപ്പൊ ചിലതൊക്കെ നടക്കുന്നുണ്ട് അല്ലെ, ചെറിയൊരു അഹങ്കാരം. കാരണം ഇവിടെ ഒരു പുതിയ സൃഷ്ടിനെ ഉണ്ടാക്കിയിട്ട് അവൻ എന്തോ സംഭവമാണെന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലെ. അപ്പൊ ഇബ്ലീസിന്റെ ഹൃദയത്തിൽ ആ സമയത്ത് ചെറുതൊരു കിബറും ഒരു അഹങ്കാരവും ഒക്കെ എന്തൊക്കെയോ ഉണ്ടായിട്ടുണ്ട്. അപ്പം അത് അവിടെ ഇബ്ലീസ് മറച്ചു വെക്കുകയാണ് അല്ലെ. അതും എനിക്കറിയാം എന്നൊരു സൂചനയും കൂടെ ഈ ഒരു എന്താണ് മാ തുബ്ദൂന വമാ കുന്തും തക്തുമൂനിലുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. അല്ലാഹു അഅലം. അപ്പം അത്രയേ ഉള്ളൂ തഫ്സീർ. കമ്പാരിറ്റീവ്ലി നമുക്ക് അറിയാവുന്ന വാക്കുകളൊക്കെ തന്നെയാണ്, അതുകൊണ്ട് ഒരുപാട് പുതിയ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ നമുക്ക് ലെസൺസിലേക്ക് പോകാം. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് ഉൾക്കൊള്ളാനുണ്ട് ഇൻഷാ അല്ലാഹ്. ഏറ്റവും ആദ്യം അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മഹത്വം അല്ലെ. അല്ലാഹു സുബ്ഹാനഹു വതആല അടുത്ത് മലക്കുകൾ ചോദിച്ചു, അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ, ഈ രക്തം ചിന്തുന്ന കുഴപ്പം പിടിച്ച അവരെ ഉണ്ടാക്കണോ, ഭൂമിയിൽ ഉണ്ടാക്കാൻ പോവുകയാണോ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു പെട്ടെന്ന് തന്നെ അവരുടെ അടുത്ത് തിരിഞ്ഞിട്ട് നിർത്ത് എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് എങ്ങനെ എന്നോട് ഇങ്ങനെ ചോദിക്കാൻ തോന്നുന്നു എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആരാണ് എന്നോട് ചോദ്യം ചോദിക്കാൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടില്ല അല്ലെ. അള്ളാഹ്ക്ക് അതിനുള്ള എല്ലാ പവറും ഉണ്ടായിരുന്നു. അള്ളാഹു അൽ മുതകബ്ബിറാണ്, മാലിക്കുൽ മുൽക്കാണ്, അൽ അക്ബർ ആണ് അല്ലെ. എന്നിട്ടും അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്? അള്ളാഹു സുബ്ഹാനഹു വതആല മലക്കുകൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഭൂമിയിലുള്ള എല്ലാ സാധനങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല നിരത്തി വെച്ചിരിക്കുകയാണ് സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അവരോട് പറയാണ്, എന്നാ നിങ്ങൾ പറയും ഇതിന്റെയൊക്കെ പേരുകള്. അപ്പം അവര് സ്വന്തം കൺക്ലൂഷനിലെത്തി, അവർക്ക് കാര്യം അറിയൂല അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് അവരുടെ അടുത്ത് അപ്പൊ തന്നെ സ്റ്റോപ്പ് ചെയ്യിക്കായിരുന്നു. കാരണം അള്ളാഹിന്റെ പവർ അത്രയ്ക്കാണ് അല്ലെ. നിങ്ങൾ ആരെ എന്നോട് ചോദ്യം ചോദിക്കാന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ പവർഫുൾ ആയിട്ട് ഒരൊറ്റ സെന്റൻസ് പറഞ്ഞിട്ട് അള്ളാഹ്ക്ക് നിർത്താൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല ക്ഷമയോടുകൂടി അല്ലേ അവിടെ അവർക്ക് എല്ലാ കാര്യങ്ങളും നിരത്തി കാണിച്ചു കൊടുത്തിട്ട് അവരെ കൊണ്ട് തന്നെ ആ കൺക്ലൂഷനിൽ എത്തിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, എന്തൊരു ഭംഗിയുള്ള ഒരു കാര്യം അല്ലെ. ഒരുപാട് നമുക്ക് ലേൺ ചെയ്യാനുണ്ട്. ഈ അള്ളാഹു സൃഷ്ടിച്ച സൂപ്പർ സ്പെഷ്യൽ ആയിട്ടുള്ള മഖ്ലൂക്കാണ് മലായിക്കത്ത് അല്ലെ. അപ്പൊ അവര് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഇത്രയൊക്കെ കഴിവുണ്ടായിട്ട് അല്ലെങ്കിൽ ഇത്രയൊക്കെ സ്പെഷ്യൽ ആയിട്ടും നിങ്ങൾക്ക് ഇത് ചോദിക്കാൻ എങ്ങനെ തോന്നുന്നു എന്ന് ചോദിക്കായിരുന്നു അള്ളാഹ്ക്ക് അല്ലെ. അള്ളാഹ്ക്ക് അതിനുള്ള എല്ലാ പവറും ഉണ്ട്, എല്ലാ കൺട്രോളും ഉണ്ട്. അള്ളാഹു ആണ് അൽ ഖാലിഖ്. അവരുടെ സൃഷ്ടാവും അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് അല്ലെ. അള്ളാഹു ആണ് ഏകമായിട്ടുള്ള സൃഷ്ടാവ്, അള്ളാഹു ആണ് മാലിക്.
അള്ളാഹുവാണ് അവരുടെ പോലും എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത്. അള്ളാഹ്ക്ക് ഇത്രയും ക്ഷമയോടുകൂടി ഈ കാര്യത്തിന്, ഇത്രയും ഹിക്മത്തോടുകൂടി ഈ കാര്യത്തിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മക്കോ, നമ്മളുടെ അധികാര പരിധിയിലുള്ള പലതും പലരും ഉണ്ടല്ലേ, നമ്മളുടെ മക്കള് അല്ലെ, എത്രത്തോളം ക്ഷമയോടുകൂടി നമുക്ക് അവരുടെ അടുത്ത് കാര്യങ്ങൾ പറയാം. പലപ്പോഴും നമ്മൾ അവരെന്തെങ്കിലും ചോദിച്ചു വരുമ്പം അല്ലെങ്കിൽ അവർ ചോദ്യം ചെയ്യുമ്പോൾ നമ്മൾ ബ്ലാസ്റ്റിംഗ് ആണ് അല്ലേ. അതിന് മെയിൻ റീസൺ നമുക്ക് അതിന് ഉത്തരം അറിയാത്തതായിരിക്കും. എന്നിട്ട് നമ്മൾ ചോദിക്കും, അതെങ്ങനെ നീ അങ്ങനെ ചോദ്യം ചെയ്യാ, എന്നെ ചോദ്യം ചെയ്യാനോ അല്ലേ. അറ്റ്ലീസ്റ്റ് നമുക്ക് ഇനി അവന്റെ ഉത്തരം അറിയില്ലെങ്കിൽ നമുക്ക് അവരോട് പറയുന്നു, അത് എനിക്കും അറിയില്ല, നമുക്ക് അതിന്റെ ഉത്തരം ഒന്നും എന്താന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാലോ എന്നുള്ള ആ രീതിയിലുള്ള ഒരു ഹിക്മത്തെങ്കിലും നമുക്ക് കാണിക്കാം. പക്ഷെ അപ്പൊ ആദ്യം വരെ നമ്മളുടെ ആ ഒരു ബോസിനെസ് അല്ലെ, ഇവരുടെ പവർ എന്റെ കയ്യിലാണ്, ഞാൻ ഉമ്മയാണ് അല്ലെങ്കിൽ വാപ്പയാണെന്നുള്ള പവർ വന്നിട്ട് അതാണ്, അങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കുക. അതെങ്ങനെയാ നീ ചോദ്യം ചെയ്യാ അല്ലെ. പിന്നെ അവർ ജീവിതത്തിൽ ഒരിക്കലും ചോദ്യം ചെയ്യാത്ത രീതിയിൽ നമ്മൾ അങ്ങ് സീൽ ചെയ്ത് കളയും. സുബ്ഹാനല്ലാഹ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു തആല എത്ര സ്പെഷ്യൽ ആയിട്ടുള്ള മലായിക്കത്ത് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പം അള്ളാഹ് അത് ഒറ്റയടിക്ക് അവരുടെ വായ അടപ്പിക്കാതെ അള്ളാഹ് അതിന് ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് അവരെ കൊണ്ട് തന്നെ അതിന് ഉത്തരം കണ്ടെത്തിക്കും. സുബ്ഹാനല്ലാഹ്. പിന്നെ ആദം അലൈഹി ഇസ്ലാമിൽ നിന്നുള്ള ലെസൺ, അത് നമുക്ക് കുറച്ചധികം പറയാനുണ്ട്, അത് നമുക്ക് അവസാനത്തേക്ക് എടുക്കാം ഇൻഷാ അല്ലാഹ്. അടുത്ത രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് മലായിക്കത്തിന്റെ കാര്യം, അവരുടെ ശ്രേഷ്ഠത എന്താണ് അല്ലെ. അവര് പറഞ്ഞ കാര്യം അല്ലെങ്കിൽ അവർ അള്ളാഹു സുബ്ഹാനഹു തആല അടുത്ത് ചോദിച്ച ചോദ്യം അത് തെറ്റാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ അവർ അതിനൊരു എക്സ്പ്ലനേഷൻ ഒന്നും കൊടുക്കാൻ നിന്നിട്ടില്ല അല്ലെ. അവർ അതിന്റെ പേരിൽ വാദിക്കാൻ നിന്നിട്ടില്ല. നീ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ ഞങ്ങളോട് ഇത് ഇതുവരെ ഞങ്ങൾക്ക് ഇതുവരെ പഠിപ്പിച്ചു തന്നിട്ടില്ലല്ലോ, പിന്നെ എന്താ നമ്മളോട് ഇത് ചോദിക്കുന്നത് എന്നൊന്നും അവര് ചോദിക്കാൻ നിന്നിട്ടില്ല അല്ലെ. കാരണം അവർക്ക് ഇത് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാ നമ്മളോട് ഇത് ചോദിക്കാന്ന് അവര് ചോദിച്ചിട്ടില്ല. അവരങ്ങനത്തെ യാതൊരു എക്സ്ക്യൂസസും എക്സ്പ്ലനേഷനും പറയാൻ പോയിട്ടില്ല. അവരപ്പൊ തന്നെ കീഴൊതുങ്ങി, സുബ്ഹാനക ലാ ഇൽമ ലനാ. അപ്പം അതാണ് മലക്കുകളുടെ ക്വാളിറ്റി. ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അല്ലെങ്കിൽ ലൈറ്റിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള മഖ്ലൂക്കാണ് മലായിക്കത്ത്. അവരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്, അവരുടെ പവർ എന്ന് പറയുന്നത് ഭയങ്കരമാണല്ലേ. എന്നാൽ അവരുടെ അനുസരണ എന്ന് പറയുന്നത് പീക്കാണ്. നമുക്ക് അവരെ പോലെ എന്തെങ്കിലും ഒരു പവർ ഉണ്ടായിരുന്നെങ്കിൽ, എന്തെങ്കിലും ഒരു സ്പെഷ്യൽ കഴിവുണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും നമ്മളെ ആറ്റിറ്റ്യൂഡ് അല്ലേ. കഴിയുമെങ്കിൽ എല്ലാരെയും ഭരിച്ച് നമ്മളുടെ കാലിന്റെ അടിയിൽ നിർത്താൻ പറ്റുമെങ്കിൽ നമ്മൾ അത് ചെയ്യും. മനുഷ്യന്മാരുടെ ഒരു രീതി, പലപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് വരുത്തുമ്പോൾ അല്ലെ, നമ്മളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിപ്പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു തെറ്റ് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്തു പോകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ. നമ്മളെ മുമ്പിൽ ഹക്ക് തുറന്നു കാണിച്ചാലും ഓ സോറി അല്ലെങ്കിൽ എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയാൻ, അത് സത്യം അതായിരിക്കും, നമുക്കറിയാത്തത് തന്നെ ആയിരിക്കും. പക്ഷെ അത് അങ്ങനെ തന്നെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ. നമ്മൾ അതിന് പകരം എല്ലാ രീതിയിലുള്ള എക്സ്പ്ലനേഷൻസും പറയും. എന്തിന് ആ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആൾക്ക് തോന്നണം ഞാൻ ശരിക്കും ശരിയാണ്, പക്ഷെ ഇന്ന കാരണങ്ങൾ കൊണ്ട് തെറ്റായി പോയേക്കുമായിരിക്കും അല്ലെ. അത് ശരിക്കും എനിക്ക് അറിയില്ലായിരുന്നു, എന്റെ തെറ്റാണെന്ന് പറയാൻ, അല്ലെങ്കിൽ എനിക്ക് അറിവില്ലാത്ത ഒരു കാര്യമാണ്, എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് ആണെന്ന് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് അല്ലെ. കാരണം നമ്മളെ ഉള്ളിൽ എപ്പോഴും നമ്മൾ ഈ എക്സ്ക്യൂസസ് കണ്ടെത്തുന്നത് എന്തിനാ, നമ്മുടെ ഉള്ളിൽ എവിടെയോ ഉണ്ട് ഞാൻ അങ്ങനെ തെറ്റൊന്നും ചെയ്യുന്ന ആളല്ല, അല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് തെറ്റുകളൊന്നും പറ്റൂല, ഞാൻ ഓൾ പെർഫെക്റ്റ് ആണ്. ഇതിങ്ങനെ എന്തോ ഒരു കാരണത്താൽ അല്ലെങ്കിൽ ആ സമയത്ത് എന്തോ തെറ്റിയത് കൊണ്ട്, അങ്ങനെ വേറെ ആരോ കൊണ്ട് വരുത്തിയ തെറ്റുപോലെയാണ് നമ്മൾ അതിനവിടെ പറഞ്ഞൊപ്പിക്കുക അല്ലെ. നിങ്ങളും ഞാനും എല്ലാരും നമുക്ക് അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ട് പൊതുവെ. എന്ത് പറഞ്ഞാലും ഐനോ അതെനിക്കറിയാം അല്ലെ. എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം നമ്മള് കുക്കിങ്ങിൽ അതിനകത്ത് ഇന്ന ഇൻഗ്രീഡിയന്റ് ഇട്ടാ പോരെ എന്ന് പറയുമ്പോൾ അത് ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് ആണ്, ഇതെനിക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ. നമ്മൾ അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ട് നമുക്ക് എല്ലാവർക്കും, അതെനിക്കറിയാം. പക്ഷെ മലായിക്കത്ത് അല്ലെ, അവര് പെട്ടെന്ന് തന്നെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മഹത്വം അങ്ങോട്ട് സ്വീകരിച്ചിട്ട് അവരെ തെറ്റങ്ങ് ആക്സെപ്റ്റ് ചെയ്ത്, അവരുടെ അറിവില്ലായ്മ അവരങ്ങ് ആക്സെപ്റ്റ് ചെയ്ത്. നമുക്കറിയാത്തോണ്ടാണ് റബ്ബേ സുബ്ഹാനല്ലാഹ്. ഒരൊറ്റ ആയത്തിനകത്ത് അവർ എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത്, സുബ്ഹാനക അല്ലെ, അള്ളാഹുവേ നീയാണ് പരിശുദ്ധൻ. അതിന്റെ തുടർച്ചയായിട്ട് ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ, നീ പഠിപ്പിച്ചതല്ലാത്തതൊന്നും ഒന്നിനെ കുറിച്ചും ഞങ്ങൾക്ക് യാതൊരു അറിവുമില്ല. സുബ്ഹാനക. നമ്മളുടെ അവസ്ഥ തന്നെയല്ലേ അല്ലെ. അള്ളാഹു പഠിപ്പിച്ചു തരാത്ത, അള്ളാഹു ഇന്ന് വരെ പഠിപ്പിച്ചു തരാത്ത ഒന്നിനെ കുറിച്ച് നമുക്ക് അറിവില്ല. പക്ഷെ നമുക്കത് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളെ വിചാരം നമുക്ക് എല്ലാ അറിവും ഉണ്ടെന്നാ. ഈ അറിവ് എന്ന് പറയുന്നത് നമ്മൾ വരുമ്പോ കൊണ്ടുവന്ന ഒരു സാധനം പോലെയാ നമുക്ക് അല്ലെ. എനിക്കത് ഇതുവരെ പഠിപ്പിച്ചു തന്നിട്ടില്ല എന്നുള്ള ആ ഒരു സത്യം സമ്മതിക്കാൻ പോലും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സുബ്ഹാനല്ലാഹ്. ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ. അവര് പെട്ടെന്ന് അവരുടെ അറിവില്ലായ്മ സമ്മതിച്ചു.
3 ഇന്നക അൻതൽ അലീമുൽ ഹകീം. അള്ളാഹുവിന്റെ പരിശുദ്ധിനെ വാഴ്ത്തി അവരുടെ തെറ്റിനെ അവർ ഏറ്റു പറഞ്ഞു. എന്നിട്ട് അള്ളാഹുവിന്റെ സിഫാത്തുകളെയും കൂടെ അവര് വാഴ്ത്തുകയാണ്. ഇന്നക അൻതൽ അലീമുൽ ഹകീം, എല്ലാം അറിയുന്നവൻ നീയാണ്, എല്ലാ ഹിക്മത്തുള്ളവൻ നീയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലേ? നമ്മൾ എവിടെ കിടക്കുന്നു? ഒന്നിനും കൊള്ളാത്ത നമ്മൾ എവിടെ കിടക്കുന്നു? ഇത്രയും വിശിഷ്ടമായ മലായിക്കത്ത് എവിടെ കിടക്കുന്നു? നമുക്ക് ഉൾക്കൊള്ളാൻ പാഠങ്ങളുണ്ട് അല്ലെ? സുബ്ഹാനല്ലാഹ്. അടുത്ത ലെസൺ, അള്ളാഹുവിന്റെ ഇൽമ എന്ന് പറയുന്നത് എല്ലാം ഉൾക്കൊള്ളുന്നതാണ്. പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് അറിയാവുന്നതാണ്. എന്നാൽ പോലും ഈ ഒരു ആയത്തുകളിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു ലെസൺ ആണ് അതല്ലേ. എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അതിന്റെ പിന്നിലുള്ള ഹിക്മത്ത് അറിയുന്നവൻ റബ്ബാണ്. ഈ ലോകത്ത് നമുക്ക് മനസ്സിലാവാത്ത പലതും നടക്കുന്നുണ്ടാവും, നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാവാത്ത പലതും നടക്കുന്നുണ്ടാവും. നമ്മൾ ചോദ്യം ചെയ്യും, അല്ലാ ഇതെന്താ ഇങ്ങനെ, ഇതെന്തുകൊണ്ടാ ഇങ്ങനെ? പക്ഷെ അതിന്റെ പിന്നിൽ ഒരു ഹിക്മത്ത് ഉണ്ട്. നമ്മൾ പലപ്പോഴും ഇങ്ങനെ എന്തോ അത് നല്ലതിനായിരിക്കും അല്ലെ, അങ്ങനെ ഒരു ഇഷ്ടമില്ലാത്തൊരു ആശ്വാസം നമ്മൾ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ അത് ഉറപ്പാക്കിയിട്ട് നമ്മൾ വിചാരിക്കുക, ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ, റബ്ബേ നീ പഠിപ്പിച്ചു തരാത്ത ഒന്നും നമുക്കറിയില്ല, നീ ചെയ്യുന്നതൊക്കെ എന്താണ്, ഇന്നക അൻതൽ അലീമുൽ ഹകീം, നീ നിന്റെ അറിവ് ആർക്കില്ല, നിന്റെ ഹിക്മത്ത് ആർക്കില്ല. അതിന്റെ പിന്നിൽ എന്തായാലും ഒരു ഹിക്മത്ത് ഉണ്ട്. നമ്മളുടെ ചുറ്റുപാടും അല്ലെ ഒരുപാട് അനീതികൾ കാണുമ്പോൾ, ഈവൻ ചെറിയ ചെറിയ മക്കളുടെ കൊലപാതകങ്ങൾ, പല പല രീതിയിലുള്ള അക്രമങ്ങൾ ഇന്ന് നമ്മൾ ലോകത്ത് കാണുന്നുണ്ട് അല്ലെ. എപ്പോഴും നമ്മൾ ചോദിക്കും, എന്താണേക്കും റബ്ബേ, എന്താണ് അവർക്ക് വിജയം കൊടുക്കാത്തത്? ഇപ്പോഴും ഓർക്കുക, അതിന്റെ പിന്നിൽ അള്ളാഹു അത് അനുവദിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു ഹിക്മത്ത് ഉണ്ട്. സുബ്ഹാനല്ലാഹ്. ഈ അടുത്ത് ഞാൻ കേട്ട ഒരു ക്ലാസ് ഞാൻ ഷോർട്ട് ആക്കിയിട്ട് പറയാം. അത് ഇസ്രായേൽ പലസ്തീൻ ഇതിൽ നമ്മളെല്ലാവരും അല്ലെ പൊതുവേ നമ്മൾ ദുആ ചെയ്യുന്ന ഒരു കാര്യമാണ്, അവർക്ക് വിജയം കൊടുക്കണേ, അവർക്ക് വിജയം കൊടുക്കണേ. അപ്പൊ നമ്മൾ കാണുന്ന വിജയം എന്ന് പറയുന്നത് വേറെ എന്തൊക്കെയോ ആണ് അല്ലെ, അത് ഇങ്ങോട്ട് വരണേ എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോഴും, അത് കിട്ടിയിട്ടില്ല, വിജയം കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിലാണ് ദുആ ചെയ്യുന്നത്. അപ്പം ഈ ക്ലാസ് പറഞ്ഞ ആള് വിജയം എന്താണ്, അവരുടെ ശരിക്കുള്ള വിജയം എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നതായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നി. സുബ്ഹാനല്ലാഹ്. അവരുടെ വിജയം എന്ന് പറയുന്നത് അവരുടെ ഈമാനാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് കൊടുത്ത ഈമാനാണ്. എത്രയോ ഉമ്മമാരല്ലേ മക്കളുടെ മയ്യത്ത് കയ്യിൽ വെച്ചുകൊണ്ട് അൽഹംദുലില്ലാ എന്ന് വളരെ കൂളായിട്ട് അള്ളാഹുവിനെ സ്തുതിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് അവരുടെ വിജയം. എത്രയോ മക്കൾ 8ഉം 10ഉം 12ഉം വയസ്സുള്ള മക്കൾ അവരുടെ കണ്ണിന്റെ മുമ്പിൽ കൂടെ ബോംബ് എറിയപ്പെടുമ്പോഴും അവർ ചിരിച്ചുകൊണ്ട് അല്ലെ അതിനെ സ്വീകരിച്ചു കൊണ്ട് നിൽക്കുന്നുണ്ട്, അവരുടെ മരണം മുമ്പിൽ കണ്ടുകൊണ്ടും. അത്രയും ചെറിയ മക്കൾക്കുള്ള ഈമാൻ, അതാണ് അവരുടെ വിജയം. നമ്മൾ കാണുന്ന പോലെ വിജയം എന്ന് പറയുന്നത് ഭൂമിയിലെ വിജയം അല്ല. സുബ്ഹാനല്ലാഹ്. ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഈ പറഞ്ഞ ആള് 2-3 എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കൂടുതൽ ഭംഗിയുള്ളതായിട്ട് തോന്നി. അതായത് ആസിയ റളിയല്ലാഹു അൻഹ അല്ലെ മരിക്കുമ്പോൾ സ്വർഗം കാണിച്ചു, അള്ളാഹു സുബ്ഹാനഹു തആല സ്വർഗത്തിൽ ഒരു വീട് കാണിച്ചുകൊണ്ട് അല്ലെ, അവിടെ അതായിരുന്നു ആസിയ റളിയല്ലാഹു അൻഹയുടെ വിജയം. അല്ലാതെ ജീവിതത്തിലേക്ക് തിരിച്ചു വരലായിരുന്നില്ല. സുബ്ഹാനല്ലാഹ്. വിജയം ലഭിച്ചിട്ട് പോയ ആളാണ്. സുബ്ഹാനല്ലാഹ്. ഫിർഔന്റെ മകളുടെ ഒരു ഹെയർ ഡ്രസ്സർ ഉണ്ടായിരുന്നു അല്ലെ, അതായത് വളരെ കുഞ്ഞായിരിക്കുമ്പം സംസാരിച്ച 4 ചെറിയ കുട്ടികളുടെ കാര്യം പറയുമ്പോൾ അതിലൊന്ന് ഫിർഔന്റെ മകളുടെ ഹെയർ ഡ്രസ്സർ ആയിരുന്നു. അവരുടെ കുട്ടി, അതായത് ഇവര് അള്ളാഹു ഏകനാണെന്ന് ഫിർഔന്റെ അടുത്ത് പറയുമ്പോൾ അവരെ മക്കൾ അവരുടെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് ഒന്ന് കഴിഞ്ഞ് ഒന്നായിട്ട് തിളച്ച എണ്ണയിലേക്ക് ഇടുമ്പോൾ അവസാനം കയ്യിലുള്ള കൈക്കുഞ്ഞിനെയും കൂടെ എടുക്കാൻ പോയപ്പോൾ ഒരു സ്റ്റെപ്പ് പിന്നോട്ട് വെക്കും. അപ്പൊ ഈ കൈക്കുഞ്ഞ് സംസാരിക്കുന്നുണ്ട് അല്ലെ, ഉമ്മ ക്ഷമ കാണിക്കുക. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അവരെയും കൊല്ലാണ്. സുബ്ഹാനല്ലാഹ്. അവിടുത്തെ അവരുടെ വിജയം എന്താണ്? ആ സമയത്ത് കാണിച്ച ഈമാനാണ്, ഈമാനിന്റെ സ്ട്രെങ്ത് ആണ്. ഈ അടുത്ത് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നതിനിടയ്ക്ക് അമേരിക്കയിൽ ഒരു കുട്ടീനെ, ഒരു 8ഓ 10ഓ വയസ്സുള്ള ഒരു പയ്യൻ, ഒരു ആൺകുട്ടീനെ അവര് വളരെ കൊല്ലം മുമ്പ് പലസ്തീനിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയവരാണ്. അവരൊരു അമേരിക്കൻ ഹൗസ് ഓണറുടെ വീട്ടിൽ താമസിക്കുകയാണ്, ഉമ്മയും മോനും. വാപ്പയില്ലാത്ത സമയമാണെന്ന് തോന്നുന്നു. 8ഓ 10ഓ വയസ്സുള്ള ഒരു ആ മോനെ ഈ ഹൗസ് ഓണർ വന്നിട്ട് 26 പ്രാവശ്യം കുത്തിയിട്ട്, നിങ്ങൾ മുസ്ലിങ്ങൾ ജീവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കുത്തിക്കൊല്ലുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ കുട്ടി രക്തം വാർന്ന് കിടക്കുമ്പോൾ ഇതിന്റെ ഉമ്മ ഓടിച്ചെന്ന് പോലീസിനെ വിളിച്ച് തിരിച്ചു വരുമ്പോൾ ഈ കുട്ടി ഉമ്മയുടെ അടുത്ത് പറയാത്രേ, ഐ എം ഫൈൻ. സുബ്ഹാനല്ലാഹ്, എനിക്കൊരു കുഴപ്പമില്ല ഉമ്മ. ആ കുട്ടി അവിടെ വിജയിക്കുക ചെയ്തത് അള്ളാഹു സുബ്ഹാനഹു തആല കൊടുത്ത ഈമാന്റെ പവർ. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹിന്റെ ഹിക്മത്ത് എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല, അത് അള്ളാഹ്ക്കേ അറിയുള്ളൂ. എല്ലാത്തിന്റെ പിന്നിലും ഒരു ഹിക്മത്ത് ഉണ്ട്. അള്ളാഹിന്റെ മുമ്പിൽ അതൊന്നും മറഞ്ഞിട്ടില്ല. ഓക്കെ, അള്ളാഹ്ക്ക് ഒന്നിനെ കുറിച്ചും അറിയാത്തത് ഇല്ല. അപ്പൊ അള്ളാഹുവിന്റെ ഹിക്മത്ത് ഭൂമിയിൽ നടക്കുന്ന, നമ്മളുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാത്തിന്റെ പിന്നിലും നമ്മൾ വിചാരിക്കുന്ന പോലെ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഹയർ ഉണ്ടാവേക്കുന്നല്ല.
ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആലക്ക് അതിന്റെ പിന്നിൽ ഒരു ഹിക്മത്ത് ഉണ്ട്. അള്ളാഹു അൽ അലീമാണ്, അള്ളാഹു അൽ ഹക്കീമാണ്. അത് മനസ്സുകൊണ്ട് തുറന്ന്, എന്തെങ്കിലും ഉണ്ടാവേക്കുന്നല്ല, തുറന്നുകൊണ്ട് ഇത് അള്ളാഹുവിന്റെ ഹിക്മത്താണ്, ഞാൻ അതിനെ സ്വീകരിക്കുന്നു, ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ പറ്റട്ടെ. നമുക്ക് ഒന്നും അറിയില്ല. ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ, നീ പഠിപ്പിച്ചു തരാത്ത ഒന്നും റബ്ബേ ഞങ്ങൾക്ക് അറിയൂല. അത് പറയാൻ ഒരു മടിയും വേണ്ട, ഒരു മടിയും വേണ്ട. നമ്മൾ ആരും കൊണ്ടുവന്ന സാധനമല്ല ഇൽമ, അള്ളാഹു തന്നതാണ്. അള്ളാഹു തന്നത്രേ നമുക്ക് അറിയുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ഒരുപാട് 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 കടൽ പോലെ ഇൽമുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇനി ഈ എൽമിന്റെ കാര്യം തന്നെ പറയുമ്പോൾ വേറൊരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, നമ്മളുടെ ഹൃദയങ്ങളിൽ നമ്മൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതും നമ്മൾ പുറത്തു പറയുന്നതും അള്ളാഹ്ക്ക് അറിയാം, അല്ലെ? അപ്പൊ നമ്മൾ നമ്മുടെ ഹൃദയങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യത്തിലും കൂടെ നമ്മൾ ഒരിത്തിരി ശ്രദ്ധിക്കണം. പലപ്പോഴും നമ്മൾ പലതും ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ പുറത്ത് നമ്മൾ അതിന്റെ നിയ്യത്ത് അല്ലെങ്കിൽ ഉദ്ദേശം പറഞ്ഞോളണം എന്നില്ല. പക്ഷെ മനസ്സിൽ ചിലപ്പോൾ ഒരു നിയ്യത്ത് ഉദ്ദേശം വെച്ചിട്ടായിരിക്കും നമ്മൾ പുറത്ത് വേറൊരു രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നത്. കാണുന്ന ആൾക്കാർക്ക് ഓ മാഷാ അല്ലാ എന്നൊക്കെ തോന്നിയേക്കാം, പക്ഷെ നിയ്യത്ത് അറിയുന്നവൻ റബ്ബാണ്, അല്ലെ? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഓരോരുത്തരും നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയ ഉദാഹരണങ്ങൾ പറയാവുന്ന കാര്യമാണത്. അപ്പം എപ്പോഴും നമ്മൾ എന്ത് മനസ്സിലാക്കുക, നമ്മുടെ ഹൃദയങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതും ലെ മാ തുബ്ദൂന വമാ കുന്തും തക്തുമൂൻ, നമ്മൾ ഒളിപ്പിച്ചു വെച്ചതും പുറത്ത് കാണിക്കുന്നതും ഒക്കെ അറിയുന്നവനാണ് റബ്ബ്. അത് നമ്മൾ പ്രത്യേകം ഓർക്കുക. ഇതുമായി ബന്ധപ്പെടുത്തി വേറൊരു കാര്യം കൂടെ നമ്മൾ ഓർക്കുക. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ അവനിലേക്ക് മടങ്ങി പോകേണ്ടവനാണെന്നല്ലേ. തുമ്മ ഇലേഹി തുർജഊൻ. അതുകൊണ്ട് തന്നെ ഈ നമ്മൾ ഒളിപ്പിച്ചു വെച്ചതും പുറത്ത് കാണിക്കുന്നതുമായ എല്ലാ കാര്യത്തിലും നമുക്ക് അവിടെ ചെന്ന് ഹിസാബ് കൊടുക്കണം. അത് നമ്മൾ നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കുക. അപ്പൊ നമ്മളുടെ ഹൃദയത്തിനുള്ളിലുള്ള അഫയേഴ്സ് പോലും ക്ലീൻ ആക്കി വെക്കുക, അള്ളാഹുവിന്റെ തൃപ്തിക്കാക്കി വെക്കുക. നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും നമ്മൾ നമ്മളോട് ചോദിക്കുക, ഇത് റബ്ബിന്റെ തൃപ്തിക്കുള്ള നിയ്യത്താണോ? ഇനി അടുത്തത് അള്ളാഹു സുബ്ഹാനഹു തആല ആദം അലൈഹിസ്ലാമിന്റെ അടുത്ത് പറയാണ്, അല്ലെ, നീ പറഞ്ഞു കൊടുക്ക് ഈ കാര്യങ്ങളുടെ ഒക്കെ പേരുകൾ, മലായികത്തിന് പറഞ്ഞു കൊടുക്ക് എന്ന് പറഞ്ഞപ്പം ആദം അലൈഹിസ്ലാം രണ്ടാമതൊന്നും ചിന്തിച്ചില്ല, അല്ലെ? അതോ ഇതെന്തോ വിശേഷപ്പെട്ട സൃഷ്ടികളാണല്ലോ, ഇവരോടൊക്കെ ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞു കൊടുക്കും? കാരണം ആദം അലൈഹി ഇസ്ലാമിന് അറിയില്ലല്ലോ ഇത് മലായികത്തിന് അറിയോ ഇല്ലേ എന്നുള്ളതും ഒന്നും, അല്ലെ? ആദം അലൈഹി ഇസ്ലാം യാതൊരു പ്രശ്നവും ഇല്ലാണ്ട് അത് അപ്പൊ തന്നെ പറഞ്ഞു കൊടുക്കാണ്. നമ്മളടുത്ത് ആരെങ്കിലും വിളിച്ചിട്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു കൊടുക്ക്, അല്ലെ? നിങ്ങൾ പഠിച്ച നന്മകൾ, അള്ളാഹു നിങ്ങളെ പഠിപ്പിച്ച കാര്യങ്ങൾ ഒന്ന് ആളുകൾക്ക് പറഞ്ഞു കൊടുക്ക്, അല്ലെങ്കിൽ ഒരാൾക്കെങ്കിലും നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന പറഞ്ഞാൽ നമ്മളുടെ റിയാക്ഷൻ എന്തായിരിക്കും? അല്ലോ എനിക്ക് നാണാവുന്നല്ലേ? നമ്മളെല്ലാവരും, ഞാനടക്കം, സുബ്ഹാനല്ലാഹ്, അല്ലോ ഞാനിപ്പോ എങ്ങനെയാ, അല്ലെ? ഇത് നമ്മൾ ആദം അലൈഹി ഇസ്ലാമിൽ കാണുന്നില്ല. ആദം അലൈഹി ഇസ്ലാമിന് യാതൊരു ലജ്ജയും ഉണ്ടായിരുന്നില്ല. അള്ളാഹു അങ്ങനെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പം അത് അനുസരിക്കാൻ വേണ്ടി ഒന്നും ആദം അലൈഹി ഇസ്ലാമിന് തടസ്സമായിരുന്നില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ അള്ളാഹു പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം, നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. ഓരോരുത്തരുടെയും കപ്പാസിറ്റിയിൽ, അല്ലെ, ആർക്കാണോ എത്തിച്ചു കൊടുക്കാൻ പറ്റുക, അല്ലെ, ഏറ്റവും നല്ല രീതിയിൽ ഹിക്മത്തോട് കൂടി, അത് നമ്മളുടെ ഡ്യൂട്ടിയിൽ പെട്ടതാ. നമ്മളെ മാത്രം നന്നാക്കാനും നമ്മളെ മാത്രം സ്വർഗം ഉണ്ടാക്കലല്ല നമ്മളെ ഡ്യൂട്ടി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, നമ്മളൊക്കെ ഖലീഫമാരാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ ഡ്യൂട്ടി അള്ളാഹു ഏൽപ്പിച്ച് ഭൂമിയിലേക്ക് വിട്ട് നമ്മളെ പ്രത്യേകം ബഹുമാനിച്ചിട്ട് അള്ളാഹു തന്ന ഒരു ഡ്യൂട്ടിയാണ് എന്ത്? അള്ളാഹുവിന്റെ ദീൻ ഭൂമിയിൽ നടപ്പാക്കുക എന്നുള്ളത്, അല്ലേ? അപ്പം ആദം അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് ഇത് പറഞ്ഞപ്പോ ആദം അലൈഹി ഇസ്ലാമിന് യാതൊരു പ്രയാസവും തോന്നിയിട്ടില്ല. അള്ളാഹ് പറയാൻ പറഞ്ഞു, അപ്പൊ തന്നെ ആദം അലൈഹി ഇസ്ലാം അത് അനുസരിച്ചു. അപ്പം ആ ഒരു ലജ്ജ, അല്ലെ, ലജ്ജ രണ്ട് തരത്തിലുണ്ട്. നല്ല ലജ്ജയുണ്ട്, മോശം ലജ്ജയുണ്ട്, ചീത്ത ലജ്ജയുണ്ട്. അതായത് ഹയാ, നല്ല ഹയാ എന്ന് പറയുന്നത് നമ്മളെ തെറ്റായ എന്തെങ്കിലും കാര്യം ചെയ്യുന്നതിൽ നിന്ന് തടയുന്ന കാര്യമാണ് നല്ല ഹയാ, നല്ല ലജ്ജ. ചീത്ത ലജ്ജ എന്ന് പറയുന്നത് നമ്മൾ ശരിയായ എന്തെങ്കിലും കാര്യം ചെയ്യുന്നതിൽ നിന്ന് തടയുന്ന ലജ്ജയാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും, അല്ലെ, ഒരു ചെറിയ ശതമാനമെങ്കിലും ഈ ഒരു ചീത്ത ലജ്ജയുണ്ട്. ശരിയായ പലതും പറയാൻ മാത്രമല്ല ചെയ്യാനും. കാരണം അത് ആൾക്കാർ അങ്ങനെയല്ലല്ലോ, അല്ലെ? അപ്പൊ ഞാനായിട്ട് എങ്ങനെയാ അങ്ങനെ എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള ഒരു ചീത്ത ലജ്ജ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ആദം അലൈഹി ഇസ്ലാമിന് അത് ഉണ്ടായിരുന്നില്ല. സുബ്ഹാനല്ലാഹ്. പെട്ടെന്ന് തന്നെ പോയി ആദം അലൈഹി ഇസ്ലാം ആ കാര്യം പറയാണ്.
അപ്പം കേൾക്കുമ്പോൾ എല്ലാവർക്കും അല്ല പഠിച്ചനെ ഞാൻ എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ ഇത് പഠിച്ചതൊക്കെ ആൾക്കാരോട് പറഞ്ഞു കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആളുകൾ ചെയ്യുന്നതിൽ നിന്ന് വിപരീതമായിട്ട് ഞാൻ പഠിച്ചതിന്റെ പേരിൽ എങ്ങനെയാ ഇത് ചെയ്യുക കാണിക്കാന്നൊക്കെ തോന്നാം. റബ്ബിന്റെ അടുത്ത് തേടുക, ഹെൽപ്പിന് വേണ്ടിയിട്ട് ചോദിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആലയെ അനുസരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അള്ളാഹുവിനോട് സഹായം തേടിക്കഴിഞ്ഞാൽ അള്ളാഹു എളുപ്പമാക്കി തരും, എന്തായാലും എളുപ്പമാക്കി തരും. തുടക്കത്തിൽ ഒരു പ്രയാസം ഉണ്ടാവും, അതൊന്ന് നമ്മൾ ഒന്നൊന്ന് വിത്ത്സ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു ചെറിയൊരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാം എളുപ്പമായിട്ട് മാറും. ഓക്കെ, അപ്പം റബ്ബിന്റെ അടുത്ത് തേടുക, റബ്ബെ നിന്നെ അനുസരിക്കാൻ, നിന്നെ ഉടനെ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് യാതൊരു ലജ്ജയില്ലാതെ നീ പറയുന്ന കൽപ്പനകൾ അനുസരിക്കാനും നീ പറയുന്ന കൽപ്പനകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുമുള്ള ആ ഒരു ധൈര്യം, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ റെഡിനെസ് നീ എനിക്ക് താ റബ്ബേന്ന് റബ്ബിന്റെ അടുത്ത് ദുആ ചെയ്യുക. റബ്ബ് എളുപ്പമാക്കി തന്നു കഴിഞ്ഞാൽ ഒന്നും എളുപ്പമല്ല. ഇതുപോലെ ഓരോ പുതിയ കാര്യം കേൾക്കുമ്പോൾ നമുക്ക് പേടി, അല്ലാ ഞാനെങ്ങനെ ഈ ഞാനെങ്ങനെയാന്നുള്ള ചോദ്യത്തിൽ എപ്പോഴും നമ്മളെ ഓർമ്മിപ്പിക്കുക, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അള്ളാഹുവെ നിന്റെ സഹായം ഇല്ലാണ്ട് എന്നെ കൊണ്ട് പറ്റൂല. അത് നമ്മൾ സീരിയസ് ആക്കി എടുത്തിട്ട് റബ്ബിന്റെ അടുത്ത് അങ്ങ് പറഞ്ഞ് ഏൽപ്പിക്കുക. റബ്ബ് ആ ഓരോ കാര്യങ്ങളും നുള്ളിപ്പെറുക്കി പറയാം, അല്ലാ എനിക്ക് ഇന്ന കാര്യം കേട്ടിട്ട് എനിക്ക് അനുസരിക്കണം, പെട്ടെന്ന് മാറണം എന്നുണ്ട് റബ്ബെ, എനിക്ക് പറ്റുന്നില്ലല്ലോ, നീ സഹായിക്ക്. അത് പറഞ്ഞുകൊണ്ടിരിക്കുക, അള്ളാഹ് ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കും, എന്തായാലും എത്തിക്കും. പിന്നെ അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ഒരു ആയത്തുകളിൽ നമുക്കുള്ള ലെസൺ, അല്ലെങ്കിൽ ലാസ്റ്റ് ലെസൺ തന്നെ പറയാവുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, മലായിക്കത്തിന്റെ അടുത്ത് ഈ കാര്യങ്ങളുടെ പേര് ചോദിച്ചപ്പം അവർക്ക് അറിയില്ല അല്ലെ, ഒരുപാട് സാധനങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല കാണിച്ചിട്ട് ഇതിന്റെ പേര് എന്തൊക്കെയാന്ന് വെച്ചപ്പോൾ മലായിക്കത്തിന് അറിയില്ല. ആദം അലൈഹിസ്ലാമിന് അറിയാം, കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല ആദം അലൈഹിസ്ലാമിന് അവ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ആദം അലൈഹിസ്ലാമിന്, അല്ലെങ്കിൽ മനുഷ്യ സൃഷ്ടിക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല കൊടുത്ത ഒരു യുണീക്ക് ആയിട്ടുള്ള, അതായത് വേറെ ഒരു മഖ്ലൂക്കിനും കൊടുക്കാത്ത ഒരു ക്വാളിറ്റി ഉണ്ട് അല്ലെ, ഒരു ഗിഫ്റ്റ് ഉണ്ട്. അതെന്താണ് അള്ളാഹു കൊടുത്ത ഇത്ര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ്? ആദം അലൈഹിസ്ലാമിന്, അല്ലെങ്കിൽ മനുഷ്യന്മാർക്ക് അറിവ്, ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്കില്ലാണ് ഇൽമ എന്നുള്ള ആ ഒരു കഴിവ്. അള്ളാഹു സുബ്ഹാനഹു വതആല അല്ലമ ആദം അല്ലെ, ആദം അലൈഹിസ്ലാമിനെ അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ആദം അലൈഹിസ്ലാം എന്ന് പറയുമ്പോൾ മനുഷ്യ സൃഷ്ടികളെ അല്ലെ, മനുഷ്യൻ എന്നുള്ള ആ ഒരു വിഭാഗത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇൽമുള്ളവരായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. വേറെ ഒരു മഖ്ലൂക്കിനും ഇല്ലാത്ത ഒരു ക്വാളിറ്റിയാണ് ഇൽമെന്ന് പറയുന്നത്. അവർക്ക് മനുഷ്യ സൃഷ്ടികൾക്ക് എന്തെങ്കിലും ഒരു കാര്യം കാണാനും അറിയാനും മാത്രമല്ല, അത് പഠിച്ചെടുക്കാനും അതും ഓർമ്മിച്ച് വെക്കാനും അതിനെ കറക്റ്റ് സമയത്ത് ഉപയോഗിക്കാനും, ഇൽമെന്ന് പറയുന്ന കാര്യം അറിയാനും പഠിക്കാനും പഠിച്ച് മെമ്മറിയിൽ വെക്കാനും അത് കറക്റ്റ് സമയത്ത് അപ്ലൈ ചെയ്യാനും കറക്റ്റ് രീതിയിൽ അപ്ലൈ ചെയ്യാനും ഉള്ള കഴിവ് അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യന്മാർക്ക് മാത്രം കൊടുത്തിട്ടുള്ള ഒരു കഴിവാണ്. അതുപയോഗിച്ചിട്ട് ഗ്രോ ചെയ്യാനും അതുപയോഗിച്ച് ഡെവലപ്പ് ചെയ്യാനും ഒക്കെയുള്ള കഴിവ്, ഈ ഒരു ബുദ്ധി അല്ലെങ്കിൽ അറിവ് ഉപയോഗിച്ച്, അല്ലെങ്കിൽ അറിവ് നേടി അത് ഉപയോഗിച്ച് ചിന്തിച്ചിട്ട് ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ കറക്റ്റ് സമയത്ത് അപ്ലൈ ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കഴിവ് അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യന്മാർക്ക് മാത്രം കൊടുത്തിട്ടുള്ള ഒരു ഗിഫ്റ്റാണ്. സുബ്ഹാനല്ലാഹ്. മലായിക്കത്ത് എന്ന് പറയുന്നത് സൂപ്പർ സ്പെഷ്യൽ ക്രിയേഷൻ ആണല്ലേ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ. നമ്മളെപ്പോഴും മലായിക്കത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മളെ മനസ്സിൽ വരുന്ന ഒരു കാര്യം ഇമ്പോസിബിൾ, അവരെ പോലെ ആവാൻ, അവരുടെ ലെവല് നമുക്ക് ഒരിക്കലും കിട്ടൂല. നമ്മൾ അങ്ങോട്ട് കളിയാക്കി തന്നെ പറയില്ലേ, ഈ എന്ന മലക്കിന്റെ കുട്ടിയോ അല്ലേ, നമുക്ക് തെറ്റൊക്കെ പറ്റൂലേ, മലക്കിന്റെ കുട്ടിയൊന്നും അല്ലല്ലോ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇമ്പോസിബിൾ ലെവലാണ് മലായിക്കത്ത് എന്ന് പറയുന്നത്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ മലായിക്കത്തിന്റെയും മേലെ ആദം അലൈഹിസ്ലാമിന്, അല്ലെങ്കിൽ മനുഷ്യരാശിക്ക് ഒരു ഫേവർ കൊടുക്കുകയാണ് അല്ലെ. എങ്ങനെ? ഇൽമ കൊടുത്തിട്ട്. മലായിക്കത്തിന് കൊടുക്കാത്ത ഒരു കാര്യം, ഇൽമ, പഠിക്കാനുള്ള കഴിവ്, പഠിച്ച് ചിന്തിക്കാനുള്ള കഴിവ്, ചിന്ത അപ്ലൈ ചെയ്യാനുള്ള കഴിവ്. സുബ്ഹാനല്ലാഹ്. അപ്പം ഇതെന്താ കാണിക്കുന്നത്? ഇൽമുള്ളവന്റെ സ്റ്റാറ്റസ്, റാങ്ക് എന്ന് പറയുന്നത് ഇൽമില്ലാത്തവനേക്കാളും മേലെയാണ്, മലായിക്കത്തിനേക്കാളും മേലെയാണ്. സുബ്ഹാനല്ലാഹ്. മനുഷ്യന്മാരുടെ സ്പെഷ്യൽ ക്വാളിറ്റി അല്ലേ, അത് വീണ്ടും വീണ്ടും സ്ട്രെസ് ചെയ്ത് പറയുന്നത് എന്തിനാന്ന് വെച്ചാല് നമുക്ക് അറിയൂല, അത് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല തന്ന എന്തോ ഫേവർ ആണെന്നോ ഇതിന് ഇത്രയും സവിശേഷത ഉണ്ടെന്നൊന്നും നമുക്ക് അറിയില്ല. നമ്മൾ ഒരുമാതിരി ഭാരം പിടിച്ച ഒരു പണിയായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മളെ കൊണ്ട് വലിയാത്തൊരു കാര്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെ. അള്ളാഹ് കനിഞ്ഞ് അനുഗ്രഹിച്ച് തന്ന മനുഷ്യർക്കും ആദം അലൈഹി ഇസ്ലാമിനും ആദമിന്റെ സന്തതി പരമ്പരകൾക്കും മറ്റെല്ലാ മഖ്ലൂക്കിനേക്കാളും മേലെയാക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു തന്ന സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ് അറിവ്.
അപ്പൊ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റിനെ നമ്മൾ എത്രത്തോളം സ്പെഷ്യൽ ആയിട്ട് കാണും അല്ലെ? നമുക്ക് ഓരോരുത്തർ തരുന്ന ഗിഫ്റ്റുകൾ എന്തൊരു കുഞ്ഞു ഗിഫ്റ്റ് ആണെങ്കിൽ നമുക്ക് അത് വിലപ്പെട്ടത്. പക്ഷെ അതിനകത്ത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഗിഫ്റ്റ്, അത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാൾ തന്നാല് അതിന് നമ്മൾ എത്രത്തോളം വാല്യൂ കൊടുക്കണം, അതിനെ നമ്മൾ എത്രത്തോളം പോളിഷ് ചെയ്ത് ഭംഗിയാക്കി കൂടുതൽ നന്നാക്കി കൊണ്ടുപോകണം നമ്മൾ ആലോചിക്കുക അല്ലെ? ഈ ഒരു എൽമ് നമ്മൾ എന്താക്കണം, ഏറ്റവും നല്ല രീതിയിൽ നേടുകയും വേണം, ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കുകയും വേണം. ആ എൽമിൽ നിന്ന് കിട്ടുന്ന ബുദ്ധി അത് ഉപയോഗിച്ച് ചിന്തിച്ചിട്ട് അല്ലെ? നമ്മള് ഷോറൊക്കെ പറഞ്ഞപ്പോ നമ്മൾ പറയുന്നു എൽമ് അത് അതിന്റെ അടുത്ത ലെവലാണ് ഷോർ. അത് കൂടുതൽ ക്ലീൻ ആയിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ട് അല്ലെ, അതും കഴിഞ്ഞിട്ട് എത്തുന്ന ലെവലാണ് ഹിക്മ അല്ലെങ്കിൽ തദബ്ബുർ, ചിന്തിക്കുക എന്നുള്ളത്. അപ്പൊ അള്ളാഹ് നമുക്ക് സ്പെഷ്യൽ ആയിട്ട് തന്നിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഈ ഒരു എൽമ നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുക? നമ്മളുടെ ജീവിതത്തിന്റെ ഉദ്ദേശം നിറവേറാൻ വേണ്ടി. എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ ഉദ്ദേശം? ഇബാദ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത് അല്ലേ? അപ്പം ഇതിന്റെ ഏറ്റവും വലിയൊരു ഭംഗി എന്താന്ന് വെച്ചാല് ഈ എൽമ ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഈ എൽമിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ബുദ്ധി ഉപയോഗിച്ചിട്ട് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഏറ്റവും ഭംഗിയായിട്ട് ഇബാദത്ത് ചെയ്യാൻ പറ്റും. സാധാരണയിൽ കവിഞ്ഞ് ഭംഗിയായിട്ട് ഇബാദത്ത് ചെയ്യാൻ പറ്റും. അതാണ് സത്യം പറയുകയാണെങ്കിൽ നമ്മളുടെ ഇബാദത്തിനെ സ്പെഷ്യൽ ആക്കുന്നത്. മലായിക്കത്തിന്റെ ഇബാദത്തിനേക്കാളും അവർ അള്ളാഹു സുബ്ഹാനഹു തആലയെ 24/7 ഇബാദത്ത് ചെയ്യുന്നവരാണല്ലോ. ഒരു സംശയമില്ലാതെ ഒരു തളർച്ചയില്ലാതെ ഇബാദത്ത് ചെയ്യുന്ന അവരുടെ ഇബാദത്തിനേക്കാളും നമ്മളുടെ ഇബാദത്തിനെ ശ്രേഷ്ഠമാക്കുന്നത് നമ്മൾ ഇൽമ ഉപയോഗിച്ച് ആ ഇൽമിൽ നിന്ന് വരുന്ന ഹിക്മത്ത് ഉപയോഗിച്ച് നമ്മൾ ഇബാദത്ത് ചെയ്യുന്നത് കൊണ്ടാണ്. എന്നാൽ നമുക്കിഷ്ടം റോബോട്ടിക് ഇബാദത്തുകളോടാണ് അല്ലെ? കുറെ എണ്ണം തികയ്ക്കലും കുറേ എക്സസൈസ് ചെയ്യലും അല്ലെ, നിസ്കാരത്തിന്റെ പേരിൽ എക്സസൈസ് ചെയ്യലും അതൊക്കെയാണ് നമുക്ക് ഇഷ്ടം. നമുക്ക് എൽമ ഉപയോഗിച്ച് ഹിക്മത്ത് ഉപയോഗിച്ച് സ്പെഷ്യൽ ആയിട്ട് ഇബാദത്ത് ചെയ്യാനൊന്നും നമുക്ക് താല്പര്യമില്ല. കാരണം നമുക്കറിയില്ല നമുക്ക് എന്ത് സ്പെഷ്യാലിറ്റിയാണ് ഉള്ളത് എന്ന്. വേറെ ലോകത്തുള്ള സകല ചരാചരങ്ങളെക്കാൾ മനുഷ്യന്മാരെക്കാളും സാധാരണ മനുഷ്യന്മാരെക്കാളും ശ്രേഷ്ഠരാണ് അല്ലെ വിശ്വാസികൾ അല്ലെ? വിശ്വാസികളിൽ എൽമുള്ളവർ അതിനേക്കാളും ശ്രേഷ്ഠരാണ്. അപ്പൊ മനുഷ്യന്മാരിൽ തന്നെ നമ്മള് ഇത്രയും ഹൈ ലെവലിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കാണുന്നത് എൽമ കൊണ്ടാണ്. എന്നാൽ ഈ എൽമ എന്ന് പറയുന്നത് ലോകത്തുള്ള എല്ലാ സൃഷ്ടികളെക്കാളും നമ്മളെ ശ്രേഷ്ഠമാക്കുന്ന ഒരു കാര്യമാണ്. സുബ്ഹാനല്ലാഹ്, മലായിക്കത്തിനേക്കാളും നമ്മളെ ശ്രേഷ്ഠമാക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് അറിയൂല. അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇബാദത്ത് ചെയ്യണമെന്ന് നമുക്ക് അറിയൂല. നമ്മളെ വിചാരം നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഒരു എണ്ണം തികച്ചാലും അല്ലെങ്കിൽ തലകുത്തനെ മറിഞ്ഞാലും നമ്മൾ ഇബാദത്ത് ചെയ്യലായി. ഇല്ല, നമ്മൾ ഓരോ പ്രാവശ്യം നമ്മൾ എൽമ നേടുമ്പോഴും ആ എൽമ ഉപയോഗിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴും ആ ചിന്ത ഉപയോഗിച്ച് നമ്മൾ ബെറ്റർ രീതിയിൽ ഇബാദത്ത് ചെയ്യുമ്പോഴും അത് ഓരോ പ്രാവശ്യവും നമ്മളെ ഓരോ പടി അള്ളാഹു സുബ്ഹാനഹു വ തആല മേലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മളെ കൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചത് അതാണ്. നമുക്ക് ഇൽമ തന്നത്, നമ്മളെ ഇത്ര സവിശേഷപ്പെട്ടവരാക്കിയത് അതുകൊണ്ടാണ്. അപ്പം ആ ഒരു വാല്യൂ നമുക്ക് മനസ്സിലാവാണ്ട് നമ്മൾ ഇനി എന്ത് ഇബാദത്ത് ചെയ്താലും നമ്മൾ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ഉദ്ദേശിച്ച ലെവലിലേക്ക് നമ്മൾ ഉയരുന്നില്ല അല്ലെ? നമ്മൾ നമ്മളെ മക്കൾക്ക് വലിയൊരു വിദ്യാഭ്യാസമൊക്കെ കൊടുത്തിട്ട് നമ്മൾ പറയുന്നത് എനിക്ക് ഇത്രയൊക്കെ തന്നിട്ട് നീ ഇങ്ങനെയാണോ പെരുമാറുന്നത് അല്ലെ? വിദ്യാഭ്യാസം ഉണ്ടായിട്ടും. അപ്പം അള്ളാഹു നമുക്ക് അത്രയും സ്പെഷ്യൽ ആയിട്ട് ഒരു സാധനം തന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമ്മളെ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മളിങ്ങനെ മേലെ പോകണം. നമ്മളുടെ ഇൽമും ഹിക്മത്തും ഉപയോഗിച്ച് കൂടുതൽ ബെറ്റർ ആയിട്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവരാണ്. അപ്പൊ ഇൽമിന്റെ കാര്യം പറയുമ്പോൾ നമ്മളെ ചുറ്റുപാടും നോക്കുമ്പോൾ അല്ലെ, ടെക്നോളജി, കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ്, ഇതെല്ലാം എന്തിന്റെ റിസൾട്ടാണ്? ആരുടെയൊക്കെയോ ബ്രെയിൻ വർക്കാണ് അല്ലെ? ആരൊക്കെയോ ഇൽമ ഉപയോഗിച്ച് അതിൽ നിന്നുള്ള ബുദ്ധി ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ടുള്ള കാര്യമാണ്. മനുഷ്യന്റെ ബുദ്ധിയുടെ റിസൾട്ടാണ്, മനുഷ്യൻ നേടിയ എൽമിന്റെ ആ എൽമ അപ്ലൈ ചെയ്തതിന്റെ റിസൾട്ടാണ്. സുബ്ഹാനല്ലാഹ്, ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ അല്ലെ, ഒരുപാട് പുതിയ കാര്യങ്ങൾ നമ്മുടെ ലോകത്ത് നമ്മൾ തന്നെ ജനിച്ചിട്ട് ഇത്രയാവുന്നതിന്റെ ഇടയ്ക്ക് വന്ന മാറ്റങ്ങൾ കണക്കില്ലാത്തതാണ്. സുബ്ഹാനല്ലാഹ്, നമ്മൾ ഒരുപാട് വളർന്നു, ഒരുപാട് മാറ്റം വന്നു നമുക്ക് അല്ലെ? നമുക്കിപ്പോ വളരെ ഫാസ്റ്റ് ആയിട്ട് ട്രാവൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അല്ലെ? ബൈ എയർ അല്ലെങ്കിൽ ബൈ സീ, ബൈ ലാൻഡ് തന്നെ നമുക്ക് സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകളൊക്കെ ഉണ്ട്. നമുക്ക് ഒരുപാട് സമയം സേവ് ചെയ്യാൻ പറ്റും. അതൊരു ബെറ്റർ ഇബാദത്തിനുള്ള ഓപ്ഷൻ അല്ലേ? പണ്ട് 30-40 ദിവസം എടുത്ത് ഹജ്ജിന് പോയിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മളുടെ പൂർവ്വപിതാക്കന്മാര്, ഈവൻ നമ്മളുടെ ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ അല്ലെ? ഇന്ന് നമുക്കൊരു 4 മണിക്കൂർ മതി മക്കത്തെത്താൻ. സുബ്ഹാനല്ലാഹ്, 4-4.5 മണിക്കൂർ അല്ലെ? നമ്മളെ കൂടുതൽ ബെറ്റർ ആയിട്ട് ഇബാദത്ത് ചെയ്യാൻ അനുവദിക്കല്ലേ ഇത്?
അല്ലെങ്കിൽ നമുക്ക് ആയുസിൽ ഒരു ഹജ്ജ് അല്ലെങ്കിൽ ഒരു ഉംറ എന്ന് പറയുന്നത് തന്നെ കടിച്ചാൽ പൊട്ടാത്ത ഒരു കാര്യമാണ്. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ അല്ലെ, നമുക്ക് അതിനുള്ള പ്രാപ്തി ഉണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ ഹജ്ജുകളും ഉംറകളും ചെയ്യാനുള്ള ഭാഗ്യമുണ്ട്. എന്തുകൊണ്ടാണ്? ടെക്നോളജി ഇവോൾവ്മെന്റ്. ഏതൊക്കെയോ മനുഷ്യന്മാര് അറിവ് ഉപയോഗിച്ച് അതിൽ നിന്ന് കിട്ടിയ ഹിക്മത്ത് ഉപയോഗിച്ച് കൂടുതൽ ബെറ്റർ ചാൻസസ് നമുക്ക് തരാണ് അല്ലെ. നമ്മളുടെ കിച്ചണിലുള്ള ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മിക്സി, പ്രോസസർ, അവൻ എല്ലാം നമ്മളെ ബെറ്റർ ഇബാദ ചെയ്യാൻ സഹായിക്കുന്നില്ലേ? പണ്ട് അമ്മിയിലും ഒരലിലും നമ്മൾ കഴിഞ്ഞിരുന്ന സമയമല്ലേ. ഇപ്പൊ നമുക്ക് ഒരുപാട് സമയമുണ്ട്. അതിനനുസരിച്ച് നമ്മൾ അനാവശ്യങ്ങൾ കൊണ്ടുവരുന്നത് വേറെ കാര്യം, അത് നമുക്ക് പിന്നെ ഒരു ദിവസം സംസാരിക്കാം ഇൻഷാ അല്ലാ. പക്ഷെ ഇതൊക്കെ നമ്മളെ ഇബാദത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ സമയം ഉണ്ടാക്കി തരുന്ന കാര്യങ്ങളാണ്. കാര്യങ്ങൾ ഈ ഇഹലോക ജീവിതം എളുപ്പമാക്കിയിട്ട് പരലോകത്തേക്ക് കൂടുതൽ സമയം ഉണ്ടാക്കാൻ വേണ്ടി അനുവദിക്കുന്ന കാര്യങ്ങളാണ്. ഇതെന്തിന്റെ പ്രോഡക്റ്റാ? ഇൽമിന്റെ, ഹിക്മത്തിന്റെ പ്രോഡക്ട്സ് ആയതൊക്കെ അല്ലെ. നമ്മൾ എയർ കണ്ടീഷണേഴ്സ്, ഫാന് അല്ലെ, കുറച്ച് കൂടുതൽ നമ്മൾ വേർക്കുന്നത് തടയും, നമ്മുടെ ക്ഷീണം കുറയ്ക്കും. കൂടുതൽ ഇബാദത്ത് നമുക്ക് ചെയ്യാലോ. അത് ഉപയോഗിച്ച് നമ്മൾ കൂടുതൽ ഉറങ്ങി തീർക്കുന്നത് വേറെ കാര്യം. സുബ്ഹാനല്ലാഹ്. ഭക്ഷണം ജസ്റ്റ് ഒരൊറ്റ ക്ലിക്കിൽ നമുക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഭക്ഷണം കിട്ടും അല്ലെ. സമയം നമുക്ക് സേവ് ചെയ്യാലോ, കൂടുതൽ ഇബാദത്ത് ചെയ്യാലോ. ഇതേ സമയത്ത് വിൽക്കുന്ന ആൾക്കാർക്ക് അവർക്ക് കൂടുതൽ പൈസ സമ്പാദിക്കാലോ, ആ പൈസ കൂടുതൽ ചാരിറ്റിയിലേക്ക് കൊടുത്ത് കൂടുതൽ നല്ല ഇബാദത്ത് ചെയ്യാലോ അല്ലെ. ഇന്ന് മെഡിസിൻ ഫീൽഡ്, ഫുഡ് പ്രോസസ്സിംഗ് ഫീൽഡ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഫീൽഡ്, എല്ലാത്തിലും എന്തിലും ഏതിലും ഒരുപാട് ഉദാഹരണങ്ങളാണ് അല്ലെ. എല്ലാം എന്തിന്റെ റിസൾട്ടാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ഈ സവിശേഷപ്പെട്ട ഇൽമ, അത് ഉപയോഗിച്ചുണ്ടാക്കിയിട്ടുള്ള ഹിക്മത്ത് അല്ലെ. ഇത് ഭൂമിയിലെ ഒരു പക്ഷേ മുമ്പേ ഉണ്ടായിരുന്ന സൃഷ്ടികൾക്ക് ഇല്ലാതിരുന്ന ഒരു കാര്യമായിരുന്നു, അല്ലെങ്കിൽ ഒരു സൃഷ്ടികൾക്കും ഇല്ലാത്ത ഒരു കാര്യമാണ് എന്ത്? ഇൽമ നേടുക, അത് പഠിക്കുക, അത് മനസ്സിലാക്കുക, അത് ഉപയോഗിച്ച് ചിന്തിച്ചിട്ട് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ഇബാദത്ത് ചെയ്യാം. ഈ എൽമൊക്കെ എവിടുന്നാ വരുന്നത്? സയൻസ് ആവട്ടെ, ടെക്നോളജി ആവട്ടെ, ട്രാവൽ ആവട്ടെ, മെഡിസിൻ ആവട്ടെ, ഈ എൽമിന്റെ ഒക്കെ മാസ്റ്റർ ആരാ? അള്ളാഹു സുബ്ഹാനഹു വ തആല, അലീമായിട്ടുള്ള റബ്ബ്, അൽ ഹക്കീമായിട്ടുള്ള റബ്ബ് അല്ലെ. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ ഈ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുത്ത് ആദരിക്കാൻ വേണ്ടി തീരുമാനിച്ചത് കൊണ്ടാണ്, അവർക്ക് ഈ ഇൽമ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ റിവീൽ ചെയ്ത് കൊടുത്തത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ അഡ്വാൻസ് ആയിട്ട് ഇപ്പൊ പോകുന്നത്. ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ഇബാദത്ത് ചെയ്യാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. ഇനി ഏറ്റവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചേഞ്ച് എന്ന് പറയുന്നത് അല്ലെ, നമ്മളിപ്പം ഒരു വിരൽ കൊണ്ട് ഞെക്കിയാൽ അവിടെ എൽമ നമ്മുടെ മുമ്പിൽ എത്തുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. അപ്പം ഈ ഒരു ഇന്റലിജൻസ്, ഈ ഒരു അറിവ് അല്ലെ, നമുക്ക് എല്ലാവർക്കും ബെറ്റർ ആയിട്ട് ഇബാദത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളെ ഈ ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് നമ്മളെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. നമ്മളെ സ്വന്തം വീട്ടിലിരുന്നിട്ട് ക്ലാസ്സുകൾ കേൾക്കാൻ വേണ്ടി, ഈവൻ എനിക്കും ഈ വീട്ടിലിരുന്ന് ക്ലാസ് എടുക്കാൻ വേണ്ടി ഭയങ്കര വലിയ അനുഗ്രഹം അല്ലേ. എന്തിന്റെ റിസൾട്ടാ? ഇൽമിന്റെ റിസൾട്ടാണ്. പണ്ടില്ലേ ഒരു ഓഫ്ലൈൻ ക്ലാസ് മദ്രസകളിലോ അല്ലെങ്കിൽ പള്ളികളിലൊക്കെ വെച്ച് നടത്തിയിരുന്ന ക്ലാസ്സുകൾ ഒരുപാട് ആളുകൾക്ക് ചിലപ്പം ആഗ്രഹം ഉണ്ടായിട്ടും അവിടേക്ക് എത്താൻ പറ്റാത്തവരുണ്ടാവാം അല്ലെ. യാത്ര ചെയ്ത് പോകാൻ പറ്റാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ചെറിയ മക്കൾ വീട്ടിലുണ്ട് അവരെ വെച്ച് പോകാൻ പറ്റാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അഥവാ പോയാൽ തന്നെ പകുതി കുട്ടികൾ കരഞ്ഞ് തിരിച്ചു പോകും, ബാക്കി ആ ക്ലാസ് അവർക്ക് മിസ്സാവും. കൈക്കോ കാലിനോ ഇനി വല്ല ഒടിവോ ചതവോ ഒക്കെ ഉണ്ട്, യാത്ര ചെയ്യാൻ പറ്റൂല, അത് കാരണമൊക്കെ ക്ലാസ് മിസ്സായിട്ടുള്ള പണ്ട്, അതായത് ആഗ്രഹമുള്ളവർ തന്നെ പോകാൻ പറ്റാത്തവർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമുക്ക് വീട്ടിലിരിക്കാം. ഇനി അഥവാ വീട്ടിലിരുന്നിട്ട് തന്നെ നമുക്ക് മിസ്സായി കഴിഞ്ഞാൽ റെക്കോർഡഡ് ക്ലാസ്സുകളാണ്. സുബ്ഹാനല്ലാഹ്. എന്നാൽ പണ്ട്, വളരെ പണ്ട് അല്ലെ, നമ്മളുടെ ആദ്യകാല പണ്ഡിതന്മാര് അവർ ഒരുപാട് ദിവസങ്ങളോളം ഒരുപാട് ദൂരം ഒട്ടകത്തിന്റെ പുറത്തും കുതിരപ്പുറത്തും ഒക്കെ യാത്ര ചെയ്ത്, അല്ലെങ്കിൽ ഒരുപാട് കാലം നടന്ന് കാലൊക്കെ പൊട്ടി അത്രയും പ്രയാസങ്ങൾ അനുഭവിച്ച് ഇൽമ നേടിയവരാണ് ഈ പറഞ്ഞ വലിയ പണ്ഡിതന്മാരെല്ലാരും. ബുഖാരി, മുസ്ലിം, ഇബ്നു തൈമിയ, ഇബ്നു കസീർ, എല്ലാരും അവരങ്ങേയറ്റം അധ്വാനിച്ച് ഇൽമ നേടിയവരാണ്. പക്ഷെ നമുക്ക് ഈ ഒരു ടെക്നോളജി അല്ലെ, ഇതെന്തുകൊണ്ടാ? അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ സ്പെഷ്യലായിട്ട് കരുതി അനുഗ്രഹിച്ചിട്ടുള്ള ഇൽമ കൊണ്ട് കിട്ടിയ റിസൾട്ടാണ് ഖുർആൻ നമ്മളുടെ വീടുകൾക്കകത്തേക്ക് എത്തിയത്. സുബ്ഹാനല്ലാഹ്. നമ്മളുടെ ഇൽമ, അതുകൊണ്ടുള്ള ഹിക്മത്ത്, അതിന്റെ സ്കില്ല് നമ്മൾ ഇബാദത്ത് ബെറ്റർ ആക്കാൻ വേണ്ടി ഉപയോഗിച്ചപ്പോൾ കിട്ടിയ റിസൾട്ടാണ് അത്. സുബ്ഹാനല്ലാഹ്. ഇതെല്ലാം നമ്മളുടെ ലക്ഷ്യം, ജീവിതത്തിന്റെ ലക്ഷ്യം, അതായത് ഇബാദത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് എന്തായി അതിനുള്ള റിസൾട്ട് നമുക്ക് കിട്ടി. സുബ്ഹാനല്ലാഹ്. ഒരുപാട് ആപ്പുകളുണ്ട് അല്ലെ, ഒരുപാട് ആപ്പുകൾ. അത് ഇനി ഖുർആനിക് ആപ്പുകൾ മാത്രമല്ല, വേറെ പല ആപ്പുകൾ, അതായത് മനുഷ്യന്മാരെ ജീവിതത്തിനെ കൂടുതൽ എളുപ്പമാക്കുന്ന ഒരുപാട് ആപ്പുകൾ ഇന്ന് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അല്ലെ.
അതും ഇബാദത്ത് തന്നെയാണ്. കാരണം ഒരു ഹലാൽ ഇൻകം എന്ന് പറയുന്നത് ഇബാദത്താണ്. ഒരു ഡോക്ടർ ആവുക, അതുവഴി ആളുകളെ സെർവ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു ഇബാദത്താണ്. ഒരു ആർക്കിടെക്റ്റ് ആവുക, ആളുകൾക്ക് ഏറ്റവും നല്ല രീതിയിൽ വീടുകളോ അല്ലെങ്കിൽ ബിൽഡിങ്ങുകളോ ഡിസൈൻ ചെയ്ത് കൊടുക്കുക, നല്ല സ്പേസ് ഉള്ള, നല്ല വെന്റിലേഷൻ ഉള്ള, അതും ഒരു ഇബാദത്താണ്. മനുഷ്യരാശിക്കുള്ള ഒരു സേവനമാണ്. പക്ഷെ ഇതൊക്കെ എപ്പോഴാ ഇബാദത്താവുക? അതൊക്കെ ശരിയായ ലക്ഷ്യത്തിന് വേണ്ടി, അതായത് ഇബാദത്ത് എന്നുള്ള നെയ്യത്തോട് കൂടി തന്നെ ചെയ്യുമ്പോഴേ അതൊക്കെ ഇബാദത്താവുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇൽമ ഉണ്ടാവുക എന്ന് പറയുന്നത് അത് ഏത് രീതിയിൽ, ലൈഹികമായിക്കോട്ടെ പാരത്രികമായിക്കോട്ടെ, ഏത് രീതിയിലുള്ള ഇൽമും നല്ലതാണ്. അത് നമുക്ക് ശ്രേഷ്ഠത തരുന്ന ഒരു കാര്യമാണ്. കാരണം നമുക്ക് പൊതുവെ നമ്മളെ നാട്ടിലേ ഉള്ള ഒരു ടെൻഡൻസിയാണ്, നമ്മൾ കുറച്ച് ദീനിയാവുമ്പോൾ, നമ്മുടെ മാതാപിതാക്കൾ കുറച്ച് ദീനിയാവുമ്പോൾ നമ്മൾ വിചാരിക്കും വേണ്ട വേണ്ട ഇനി മക്കളെ സ്കൂളിൽ അയക്കല് അത്ര വലിയ ആവശ്യമുള്ള കാര്യമൊന്നുമല്ല, അതൊരു ഹറാമ് പോലെ കാണുന്നവരുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്, ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അല്ലോ മക്കളെ വേഗം എവിടെയെങ്കിലും ഒരു ഇങ്ങനത്തെ ഒരു ദീൻ മാത്രം പഠിപ്പിക്കുന്ന ഒരു സ്ഥലത്തേക്ക് മാറ്റണം, സ്കൂൾ ഇനി ആവശ്യമില്ല അല്ലെ, ഇസ്ലാം മാത്രം പഠിച്ചാൽ മതി. ഇസ്ലാം പഠിക്കണം, നിർബന്ധമാണ്, പഠിക്കുക തന്നെ വേണം. പക്ഷേ അത് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സൃഷ്ടിപ്പിനെ പഠിക്കുക എന്നുള്ളത് അല്ലെ, ഇസ്ലാമിക് സ്റ്റഡീന്റെ കൂടെ തന്നെ, അല്ലെങ്കിൽ സൃഷ്ടിപ്പ്, അള്ളാഹു സൃഷ്ടിച്ച എല്ലാ കാര്യങ്ങളെ കുറിച്ചും, അള്ളാഹു നമുക്ക് തന്ന എല്ലാ എന്താ പറയാ അനുഗ്രഹങ്ങളെ കുറിച്ചും പഠിക്കലും അത് ശരിക്കും നമ്മളുടെ ഇബാദത്തിന് ഒരു വ്യത്യാസം വരുത്തും. നമ്മളൊരു വൈറസിനെ കുറിച്ച് പഠിക്കുമ്പോൾ അല്ലെ, അത് ഒരുപാട് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സൃഷ്ടിപ്പാണ് ഒരു വൈറസും. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ മഹത്വത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ ഉപകരിക്കും. അതുവഴി നമുക്ക് കൂടുതൽ നല്ല ഇബാദത്ത് ചെയ്യാൻ പറ്റും. അതുവഴി മറ്റുള്ളവർക്ക് എന്താണ് സർവീസ് ചെയ്യാൻ പറ്റും. അതും ഒരു ഇബാദത്താണ്. കാരണം ഈ ഭൂമിയിൽ അള്ളാഹു സുബ്ഹാനഹു തആല സൃഷ്ടിച്ചതെല്ലാം നമുക്ക് മനുഷ്യന്മാർക്ക് വേണ്ടി തന്നെയാണ്. ഈ പറഞ്ഞതൊന്നും വേറെ ആർക്കോ വേണ്ടി സൃഷ്ടിച്ചതല്ല. എല്ലാം ഈ ഇൽമും അള്ളാഹു സുബ്ഹാനഹു തആല ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുള്ളത് മനുഷ്യന്മാർക്ക് വേണ്ടി തന്നെയാണ്. പക്ഷെ അത് ഉപയോഗിക്കേണ്ടത് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ആയിരിക്കണം. നമ്മൾ പരിസ്ഥിതിയെ കുറിച്ച് പഠിക്കുകയാണ്, പരിസ്ഥിതി അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച്, എയറിനെ കുറിച്ചൊക്കെ പഠിക്കുകയാണ്. ഇതൊക്കെ പഠിക്കലും ഇതുകൊണ്ടൊക്കെ നമ്മളൊരു റിസൾട്ട് ഉണ്ടാക്കലും ഒരിക്കലും ഒരു മോശപ്പെട്ട ഇബാദത്തല്ല. നമ്മളെ വിചാരം ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവിശ്വാസികൾ ചെയ്തോട്ടെ, അതിന്റെയൊക്കെ ഗുണം മാത്രം നമ്മൾ അങ്ങ് അനുഭവിച്ചിട്ട് നമ്മൾ അങ്ങ് ഇബാദത്ത് ചെയ്യാം അല്ലെ. സുബ്ഹാനല്ലാഹ്, അവര് പഠിക്കുന്നത് നമ്മൾ പഠിക്കുന്നത് നമ്മൾ എന്തൊരു വ്യത്യാസം ഉണ്ടല്ലേ. നമ്മൾ അത് ഓരോന്ന് പഠിക്കുമ്പോഴും നമ്മൾ ഇബാദത്താണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതുവഴി നമ്മൾ കൂടുതൽ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കുകയാണ്. അങ്ങനെ സൃഷ്ടിപ്പുകളെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു തആലയിലേക്ക് അടുക്കുകയും ചെയ്യാം, മറ്റു സൃഷ്ടികൾക്ക് ഉപകരിക്കുകയും ചെയ്യാം. അതും ഇബാദത്ത് തന്നെയാണ്. സുബ്ഹാനല്ലാഹ്, ഒരാൾ ഒരു വീട് ഉണ്ടാക്കാൻ വേണ്ടി പഠിക്കുമ്പോൾ, ഒരു സിമന്റും കല്ലും മിക്സ് ചെയ്യാൻ വേണ്ടി പഠിക്കുമ്പോൾ, ഒരു വീട് എന്താണ് ഡിസൈൻ ചെയ്യാൻ പഠിക്കുമ്പോൾ, പല പല ഇൻഗ്രീഡിയൻസ് കൊണ്ടുവന്ന് അത് ഒരു വീടിനെ എങ്ങനെ മെച്ചപ്പെട്ട രീതിയിൽ ഡിസൈൻ ചെയ്യാന്ന് പഠിക്കുമ്പോൾ അതും ഒരു സ്കില്ലാണ് അല്ലെ, മനുഷ്യരാശിക്ക് ഉപകരിക്കുന്ന ഒരു സ്കില്ലാണ്. അതുവഴിയും അവന് നല്ല നീയത്താണെങ്കിൽ അല്ലെങ്കിൽ ശരിയായ നീയത്താണെങ്കിൽ അവന് ഇബാദത്ത് ചെയ്യാം. അപ്പം എപ്പോഴും ദുനിയാവ് വേറെ ദീൻ വേറെ എന്ന് പറഞ്ഞിട്ട് ഒരു മാറ്റി വെക്കുന്ന ഒരു ശീലം നമുക്ക് പൊതുവേ ഉണ്ട്, പ്രത്യേകിച്ച് എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ വരുമ്പം. അത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ ദുനിയാവെന്ന് പറയുന്നത് എന്താണ്, നമ്മള് ദീനാണ്. അതായത് ദീൻ മറന്ന് ദുനിയാവിൽ മുങ്ങിപ്പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ദുനിയാവിൽ ചെയ്യുന്ന ഓരോ കാര്യവും ദീനാണ്. നമ്മൾ പഠിക്കുന്ന ഓരോ കാര്യവും അള്ളാഹുവിന് ഇബാദത്താണ്. അപ്പൊ നമ്മളെ മക്കൾ സ്കൂളിൽ പോകുന്നുണ്ടെങ്കിൽ, ജോഗ്രഫിയും സയൻസും മാത്സും ഒക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം പ്രയോജനപ്രദമായ ഇൽമ തന്നെയാണ്. ആ ഇൽമ മൊത്തം എന്താണ്, ഇബാദത്താണ്. ഇൽമ എപ്പോഴും പവറാണ്. ഇൽമുള്ള ആളെന്ന് പറയുന്നത് പവറുള്ള ആൾ തന്നെയാണ്. സുബ്ഹാനല്ലാഹ്, ആ പവർ എന്ന് പറയുന്നത് ഒരിക്കലും വേറൊരാളെ മേലെ കയറി നിന്ന് അവരെ ഇൻസൾട്ട് ചെയ്ത് അടിച്ച് താഴ്ത്തിയിടാനുള്ളതല്ല. നമുക്ക് ഇൽമ കിട്ടുമ്പം നമുക്ക് നമ്മുടെ സംസാരത്തിന് ഒരു അതോറിറ്റി വരാണ്, ആധികാരികത വരാണ് അല്ലെ, മനസ്സിലാക്കാനുള്ള കഴിവ് കൂടുകയാണ്. ഒരു സബ്ജക്റ്റിനെ കുറിച്ച് നമുക്ക് ശരിയായ അറിവുണ്ടെങ്കിൽ ആ അറിവ് ശരിക്കും നമ്മളെ എന്തുകൊണ്ടും ഒരു പടി മേലേക്ക് ഉയർത്തും. എന്തുകൊണ്ടും നമുക്ക് നമ്മളുടെ ജീവിതം തന്നെ അത് ഉപയോഗിച്ച് ബെറ്റർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടും ആ ഒരു ഇൽമ ഉപയോഗിച്ച് നമുക്ക് മറ്റുള്ളവരിലേക്ക് കാര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും, ദീന് വേറെ ദുനിയാവ് വേറെ, ദീനി ഇൽമ വേറെ ദുനിയാവി ഇൽമ വേറെ അല്ലെ. എന്നിട്ട് അതിനെ കംപ്ലീറ്റ്, ആ ദുനിയാവിനെ എൽമിനെ കംപ്ലീറ്റ് നമ്മളെ മക്കളെ ഇക്വേഷൻ അങ്ങോട്ട് മാറ്റും അല്ലെ. അവരെ ദീന് വേണ്ട, അല്ലെങ്കിൽ അവരെ ദീനെന്ന് പറയുന്നത് ആഖിറ മാത്രമാണ്, ദുനിയാവില്ലാത്ത ആഖിറ മാത്രമാണ്. പക്ഷെ ഇവിടെയും നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്, നമ്മളുടെ മക്കൾക്ക് ദീൻ കൊടുക്കുമ്പം അവർക്ക് ദഅവ എന്ന് പറഞ്ഞ ഒരു ഡ്യൂട്ടി ഉണ്ട് അല്ലെ.
ദീൻ എന്ന് പറയുന്നത് അവരെ മാത്രം സ്വർഗത്തിലെത്തിക്കലല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും നമ്മളുടെ മക്കളെയും എല്ലാ ജനറേഷനെയും ഖലീഫമാരാക്കിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ അവർക്ക് നമ്മൾ ദീൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഡ്യൂട്ടിയിൽ പെട്ടതാണ് ദഅവ. ഈ ലോകത്തെ ഇന്നത്തെ കറന്റ് ട്രെൻഡിൽ ഈ ലോകം മുഴുവനും, അതായത് നമ്മൾ ആരിലേക്കാണ് ദഅവ ചെയ്യുക? അള്ളാഹുവിലേക്ക് തിരിയാത്ത ഒരു വിഭാഗത്തിനെയാണ് നമ്മൾ ദഅവ ചെയ്യേണ്ടത് അല്ലേ? അവർക്ക് എന്താണുള്ളത്? ഐഹികമായിട്ടുള്ള അറിവ്. അപ്പൊ നമ്മളുടെ മക്കള്, നാളത്തെ മക്കള്, അവര് ദീൻ പഠിപ്പിച്ചു കൊടുക്കേണ്ട ആളുകളാണ്, ദായികളാവേണ്ട ആൾക്കാരാണ് അല്ലെ? അവര് ഈ ലോകത്തിനെ കുറിച്ച് മാത്രം അറിയുന്ന ആൾക്കാരുടെ അടുത്ത് ഇവര് ചെന്ന് സംസാരിക്കുമ്പോൾ അവർക്ക് എങ്ങനെ കൺവേ ചെയ്യാൻ പറ്റും ശരിയായ രീതിയിൽ? എങ്ങനെ ഇനി നാളത്തെ സമൂഹത്തിനെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും ദീൻ മാത്രം പഠിച്ചത് കൊണ്ട്? അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ് എന്താണ്, ഇഹലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാതെ. അപ്പൊ നമ്മള് മാതാപിതാക്കൾ ഒരു പക്ഷെ നമ്മളുടെ എളുപ്പത്തിനോ സ്വാർത്ഥതയ്ക്കോ വേണ്ടിയായിരിക്കാം അവർക്ക് വേറൊന്നും അറിയണ്ടെന്ന് വിചാരിച്ച് നമ്മൾ അവരെ ദീനിലേക്ക് മാത്രം, ദീനി വിദ്യാഭ്യാസത്തിലേക്ക് മാത്രം മാറ്റുന്നത്. പക്ഷെ അവര് നാളെ അവര് തോറ്റുപോവാണ്. ഒരു പൗരൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ദായി എന്ന നിലയിൽ പോലും അവർ തോറ്റുപോകും. കാരണം ഇവർക്ക് ഇത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ ആ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ആളുകളെക്കാളും അറ്റ്ലീസ്റ്റ് അവരെ ഈക്വൽ നോളജ് എങ്കിലും ഇവർക്ക് ഉണ്ടായിരിക്കണം. അവരെക്കാൾ ഒരു പടി മേലെ ഉണ്ടെങ്കിൽ കൂടുതൽ ബെറ്റർ. ഓക്കെ, സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് തന്നിട്ടുള്ള ഒരു സ്പെഷ്യൽ കഴിവാണ് എന്ത്, ഈ ഇൽമ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ വലിച്ചെറിയാൻ പാടില്ല. നമ്മളെ ഇന്നത്തെ മുസ്ലിം സമൂഹം എസ്പെഷ്യലി വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ആക്ച്വലി മോശം എന്ന് പറഞ്ഞൂടാ, രണ്ട് എക്സ്ട്രീം ആണെന്ന് വേണം പറയാൻ. ഒന്നെങ്കിൽ തീരെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ അഹിക വിദ്യാഭ്യാസം ഇല്ല, അല്ലെങ്കിൽ മറ്റേ എക്സ്ട്രീമാ. പക്ഷെ നമുക്ക് അതിന്റെ രണ്ടിന്റെയും ഇടയ്ക്കുള്ള ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരാൻ ഇപ്പോഴും നമുക്ക് മനസ്സിലായിട്ടില്ല എന്താണ് ശരിക്കും, എന്തിനാണ് ഐഹികമായിട്ടുള്ള വിദ്യാഭ്യാസമാവട്ടെ ദീനിയായിട്ടുള്ള വിദ്യാഭ്യാസമാവട്ടെ എന്തിനാണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കുട്ടികളെ ഐഹിക വിദ്യാഭ്യാസത്തിലേക്ക് തള്ളി വിടുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് അത് എന്തിനു വേണ്ടിയിട്ടാണ്? പണം അല്ലെ? നമ്മൾ മക്കളോട് ചോദിക്കും നിനക്ക് എന്താവാനാ ഇഷ്ടം, നീ വലുതായ എന്താവും, അതിന്റെ ഉള്ളിൽ എന്താണ്, നീ എവിടെ എത്തും, നീ എത്ര പൈസ സമ്പാദിക്കും, നീ ഐഹികമായ വിജയത്തിലേക്ക് എത്തുവോ, നിനക്ക് പ്രശസ്തി ഉണ്ടാവോ, നിന്നെ ലോകം അംഗീകരിക്കുവോ, നിന്റെ ലൈഫ് സ്റ്റൈല് മാറോ? ഇതൊക്കെയാണ് നമ്മൾ ആ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം. സുബ്ഹാനല്ലാഹ്. ഈ പറഞ്ഞ എല്ലാം, പണമാവട്ടെ, ഐഹിക വിജയമാവട്ടെ, പ്രശസ്തി ആവട്ടെ, അംഗീകാരമാവട്ടെ, ലൈഫ് സ്റ്റൈൽ ആവട്ടെ, ഇതൊക്കെ റിസ്കിന്റെ ഭാഗമാണ്. അള്ളാഹു സുബ്ഹാനഹു തആല റിസ്ക് എല്ലാവർക്കും അള്ളാഹു എഴുതപ്പെട്ടിട്ടുള്ളതാണ്. അള്ളാഹു അത് തരും. പക്ഷെ നമ്മളെ മക്കളോട് ഇനി എന്തെങ്കിലും എന്താകണം ആവാന്ന് ചോദിക്കുമ്പോഴും അവിടെ നമ്മൾ കൊണ്ടുവരേണ്ട ഒരു കാര്യമുണ്ട്, പർപ്പസ്, ഉദ്ദേശം. നമ്മളെ മക്കളെ ചെറുപ്പം മുതലേ ഒരു അവരുടെ ഉദ്ദേശത്തിലേക്ക് എത്തിക്കുന്ന, അതായത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിലേക്ക് എത്തുന്ന മക്കളാക്കിയിട്ട് വളർത്തിക്കൊണ്ടുവരിക. പകരം നമ്മൾ 20, 21, 25, 28 കൊല്ലം നമ്മൾ വിദ്യാഭ്യാസം കൊടുക്കൂലേ? ഇപ്പൊ ഒരു ഡോക്ടർ സർജനൊക്കെ ആവണമെങ്കിൽ 28 കൊല്ലമൊക്കെ ചിലപ്പോൾ പഠിക്കണം. ആ 28 കൊല്ലം മുഴുവനും ഈ മക്കൾ എന്തിലാ ഫോക്കസ് ചെയ്യുന്നത്? ഇത് പഠിച്ചിട്ട് സക്സസ്ഫുൾ ആയിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് പേര് നേടാൻ വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. അതിന്റെ കൂടെ അവർക്ക് കൊടുക്കേണ്ടതൊന്നും ചിലപ്പം കൊടുക്കാൻ സമയം പോലും ഉണ്ടാവില്ല. അവരങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക അല്ലെ? നമ്മളെല്ലാവരും ഐഹിക വിദ്യാഭ്യാസം കൊടുക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവർക്ക് മെയിൻ ആയിട്ട് വേണ്ട ഇൻഗ്രീഡിയന്റ്, അതായത് ഈ പഠനം, 28 കൊല്ലത്തെ അല്ലെങ്കിൽ 25 കൊല്ലത്തെ പഠനം, അതൊരിത്തിരി ലൂസായാലും കുഴപ്പമില്ല. കാരണം ഇത് റസാഖ്, ആ റിസ്കിന്റെ ഭാഗമാണ്. പക്ഷെ അതിന്റെ കൂടെ അവർക്ക് മെയിൻ ആയിട്ട് കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? ഉദ്ദേശം. അവരെന്തിനാ ജീവിക്കുന്നത് അല്ലെ? അവരുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും കൊണ്ടുവരേണ്ട ഒരു കാര്യമുണ്ട്. എന്ത്? ഉദ്ദേശം. അവര് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ആണ് ഭൂമിയിൽ ജീവിക്കുന്നത്. അത് മിസ്സാകുമ്പോഴാണ് പലപ്പോഴും മക്കൾക്ക് അല്ലെ നിരാശയും ഇന്ന് കാണുന്ന പലതും. കാരണം ഇവരെ ഇതിനു വേണ്ടി മാത്രം ട്രെയിൻ ചെയ്തിട്ടുള്ളതാണ്. 25 കൊല്ലം പഠിച്ചിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് സക്സസ്ഫുൾ ആവണം. അപ്പൊ അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഏതെങ്കിലും ആ കാര്യം ഒന്ന് ചാഞ്ചാടുമ്പോൾ അവർക്ക് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു രീതിയിൽ അവർക്ക് അടി കിട്ടുമ്പോൾ അവർക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ അറിയില്ല. കാരണം അവർക്ക് അറിയില്ല അവർ ജീവിക്കുന്നത് ഇതിനു വേണ്ടിയാ. സുബ്ഹാനല്ലാഹ്. അപ്പം എല്ലാത്തിനെയും ലക്ഷ്യത്തിലേക്ക്, ഉദ്ദേശത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മളെ മക്കൾക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഈവൻ അവരുടെ ക്ലാസ്മേറ്റ്സ്, അവരുടെ ഫ്രണ്ട്സുമായിട്ട് അവർ ഇന്ററാക്ട് ചെയ്യുമ്പോൾ പോലും അവരോട് പറയാ, നീ ആ ചെയ്യുന്നത്, അവരോട് സംസാരിക്കുന്നത് പോലും എന്താണ്? ഇബാദത്തിന് വേണ്ടിയാക്കുക. അപ്പൊ അവരുടെ സംസാരങ്ങൾ മെല്ലെ മെല്ലെ അവർ അതിലേക്ക് എത്തിക്കും. അല്ലെങ്കിൽ അവർക്ക് അത് എന്തിനാന്ന് അറിയില്ല. അവർ വിചാരിക്കുന്ന അവരുടെ സന്തോഷത്തിനാണ്, അടിച്ചു പൊളിക്കാനാണ് എന്നൊക്കെ വിചാരിക്കുമ്പോഴാണ് അവർ ട്രാക്ക് തെറ്റി പോണത്.
അപ്പൊ നമ്മൾ തന്നെ ഇതിനകത്തൊരു ഫെയിലർ ആണ്. ഈ ഒരു ബാലൻസ് കൊണ്ടുവരാൻ, ഈ ഐഹിക വിദ്യാഭ്യാസം പോലും അള്ളാഹുവിന്റെ തൃപ്തിക്കാണ്, അല്ലെങ്കിൽ ദീനി വിദ്യാഭ്യാസം മാത്രമായതുകൊണ്ട് നമുക്ക് എന്താണ് ഭൂമിയിൽ നമ്മളെ മക്കളെ ഫിറ്റ് ആക്കാൻ പറ്റൂല, അവർക്ക് നാളെ ദാവ ചെയ്യാൻ പറ്റില്ല, അവർക്ക് തന്നെയും പല മേഖലകളിൽ തോൽവിക്ക് ഒരു കാരണമാകും. കാരണം അള്ളാഹുവിന്റെ സൃഷ്ടികൾ അവർക്ക് മനസ്സിലാവുന്നില്ല. സുബ്ഹാനല്ലാഹ് അല്ലെ? അപ്പം ഇത് രണ്ടും കൊണ്ടുവരെയും ഇതിന്റെ രണ്ടിന്റെയും ബാലൻസ് എന്ന് പറയുന്നത് എന്താണ്? പേർപ്പസ് കൊണ്ടുവരാ, ഉദ്ദേശം കൊണ്ടുവരാ, ലക്ഷ്യം കൊണ്ടുവരാ, അത് അവരെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അവർ ചെയ്യുന്ന ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും, അതായത് ഏറ്റവും ബേസിക് ആയിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം സ്കൂളിൽ പോകുമ്പോൾ അവരൊരു ഫ്രണ്ടിന്റെ അടുത്ത് ഇന്ററാക്ട് ചെയ്യുന്നത് പോലും അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയായിരിക്കും, അതും ഇബാദത്തായിരിക്കുക എന്നുള്ള ആ ഒരു ചിന്ത അവരിൽ നമ്മൾ ചെറുപ്പം മുതലേ എന്താണ് വിത്തിട്ട് വെള്ളം ഒഴിച്ചൊഴിച്ചൊഴിച്ച് പാകപ്പെടുത്തി കൊണ്ടുവരേണ്ടതാണ്. ഈ ഒരു കാര്യം ഏതെങ്കിലും ഒരു ദായിയോ ഒരു ടീച്ചറോ ഒരു തസ്കിയ ക്ലാസ്സിൽ അവർക്ക് കൊടുത്തതുകൊണ്ട് അവർക്ക് മനസ്സിലാവില്ല. അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ ഇബാദത്തിനാണെന്ന് എന്തെങ്കിലും ഒരു മണിക്കൂർ ക്ലാസ്സിൽ, ഒരു തസ്കിയ ക്ലാസ്സിൽ ഒരു ടീച്ചർ പറഞ്ഞു കൊടുത്തുകൊണ്ട് അവർക്ക് പറ്റൂല. ഇത് ചെറുപ്പം മുതൽ വിത്തിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കുന്ന, നമ്മൾ വീട്ടിൽ കാണിച്ചു കൊടുക്കുന്ന മാതൃകയിൽ അവർ കണ്ടു പഠിക്കേണ്ടതാണ്. നമ്മളുടെ ഇൽമ കൊണ്ട് നമ്മൾ ജീവിതത്തിൽ എടുക്കുന്ന ഓരോ ചോയ്സുകൾ ഇതെല്ലാം അള്ളാഹുവിന്റെ തൃപ്തിക്കാണെന്ന് നമ്മളെ ജീവിതം കൊണ്ട് അവർക്ക് കാണിച്ചു കൊടുത്ത്, പറഞ്ഞു കൊടുത്ത്, സ്നേഹത്തോടു കൂടി മനസ്സിലാക്കി കൊടുത്ത് മെല്ലെ 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 അവരെ എന്താണ് സിസ്റ്റത്തിൽ അത് ഇംപ്ലാന്റ് ചെയ്യണം. നമ്മൾ ജീവിക്കുന്നത് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ്. അപ്പം അവര് ഈ പറഞ്ഞ പോലെ ഈ ദീനീയ വിദ്യാഭ്യാസമാണെങ്കിലും ദുനിയാവി വിദ്യാഭ്യാസമാണെങ്കിലും കറക്റ്റ് ആസ്പെക്റ്റിൽ അവരത് യൂസ് ചെയ്യും. എന്നിട്ട് അവർക്ക് ദുനിയാവി വിദ്യാഭ്യാസം കൊടുക്കുമ്പോഴും അതിന്റെ കൂടെ ഓരോ ഏജിലും അവർക്ക് ഏറ്റവും ഫിറ്റ് ആവുന്ന, അവരെ കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന ദീനീ വിദ്യാഭ്യാസം പുറത്തുനിന്ന് കൊടുക്കേണ്ടത് പുറത്തുനിന്നും കൊടുക്കുക, നമ്മൾ വീട്ടിൽ നിന്ന് കൊടുക്കേണ്ടത് വീട്ടിൽ നിന്നും കൊടുക്കുക. ജീവിതത്തിൽ ഒരു ഫേസിലും ദീനീ വിദ്യാഭ്യാസം സ്റ്റോപ്പ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഇല്ല എന്നുള്ളതും അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. ഏതൊരു ഫേസിലും റബ്ബിനെ ഇബാദത്ത് ചെയ്യണമെങ്കിൽ ഏറ്റവും ആദ്യത്തെ ഇൻഗ്രീഡിയന്റ് ഇൽമാണ്. ഇൽമ കഴിഞ്ഞിട്ടാണ് അത് ചിന്ത വരുന്നത്, അല്ലെ? ആ ചിന്തയാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പം നമ്മളെ മക്കളെ പൈസ ഉണ്ടാക്കാനും ഫെയിമിനും അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ മാറാനും വേണ്ടി മാത്രം പഠിപ്പിക്കുമ്പം അതിന്റെ കൂടെ നമ്മൾ ഈ ഒരു ഇൻഗ്രീഡിയന്റ്, പർപ്പസ്, ഉദ്ദേശം എന്ന് പറഞ്ഞ ഒരു ഇൻഗ്രീഡിയന്റ് കൊടുത്തിട്ടില്ലെങ്കിൽ അവർ ഇഹത്തിലും പരത്തിലും തോറ്റുപോയവരാകും. നമ്മൾ അള്ളാഹുവിന്റെ സൃഷ്ടികളെ കുറിച്ച് അവരൊന്നും പഠിക്കേണ്ട, ദീൻ മാത്രം പഠിച്ചാൽ മതി എന്ന് വിചാരിച്ചാലും അവരൊരു പക്ഷേ ഈ ലോകത്തിലെ ചില സമയങ്ങളിലെങ്കിലും അവർ ഫിറ്റ് ആവാതെ, അല്ലെങ്കിൽ അവരുടെ അൾട്ടിമേറ്റ് ഉദ്ദേശമായിട്ടുള്ള ദീൻ ഭൂമിയിൽ സ്ഥാപിക്കുക എന്നുള്ള, മറ്റുള്ളവരിലേക്ക് ദീൻ എത്തിക്കുക എന്നുള്ള ഒരു ഫേസ് എത്തുമ്പം അവർ മറ്റുള്ളവരുടെ കൂടെ ഫിറ്റ് ആവാതെ, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിൽ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റാതെ അവർ ചിലപ്പം തോറ്റുപോകും. അപ്പം എപ്പോഴും ദീനിനെയും ദുനിയാവിനെയും സെപ്പറേറ്റ് ആക്കി വെക്കാതെ ദുനിയാവിന്റെ അല്ലെങ്കിൽ ഉദ്ദേശം ദീനാണ്, അല്ലെങ്കിൽ ദുനിയാവിന്റെ ഉദ്ദേശം അള്ളാഹുവിന്റെ തൃപ്തിയാണെന്ന് മനസ്സിലാക്കിയിട്ട് ദുനിയാവിനെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ദുനിയാവിനെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇത് കേൾക്കുമ്പോൾ ആരും വിഷമിക്കുകയും നിരാശപ്പെടുകയൊന്നും വേണ്ട. നമ്മൾ പഠിച്ചില്ലല്ലോ, അല്ലെങ്കിൽ നമ്മളെ മക്കൾ ആ രീതിയിലല്ലല്ലോ പഠിപ്പിച്ചത്, അല്ലെങ്കിൽ ദുനിയാവ് മാത്രമാക്കി കൊടുത്തല്ലോ, അല്ലെങ്കിൽ ദീൻ മാത്രമാക്കി കൊടുത്തല്ലോ എന്നൊന്നും വിചാരിക്കേണ്ട. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഇൽമ നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഈ മൊമെന്റ് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാണ് നമുക്ക് ബെസ്റ്റ്. ഇപ്പോഴാണ് നമ്മൾ ഈ അറിവ് നമ്മളിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മളുടെ ഏറ്റവും ബെസ്റ്റ് ടൈം. അതുകൊണ്ട് നിരാശ എന്ന് പറയുന്നത് ഇബ്ലീസിന്റെ ഇൻഗ്രീഡിയന്റ് ആണ്, അത് തട്ടിക്കളയാ. ഇന്ന് മുതൽ നമുക്ക് ഫിക്സ് ചെയ്യാം, നമ്മളെ മക്കളെ എന്താണ് ഉദ്ദേശത്തിലേക്ക് എത്തിക്കുന്ന രീതിയിൽ മോൾഡ് ചെയ്ത് കൊണ്ടുവരാൻ റബ്ബിന്റെ സഹായം തേടിക്കൊണ്ട് നമുക്ക് ഫിക്സ് ചെയ്യാം. അതേപോലെ നമ്മളും ഇൽമിന്റെ പ്രിഷ്യസ്നെസ്, അത് എത്രത്തോളം വാല്യുബിൾ ആയിട്ടുള്ള കാര്യമാണ് ഇൽമെന്ന് മനസ്സിലാക്കി അത് നേടി അത് പക്വമായ രീതിയിൽ ഉപയോഗിച്ച് ഹിക്മത്തോടു കൂടി ഉപയോഗിച്ച് അതുവഴി ഏറ്റവും നല്ല ഇബാദത്ത് ചെയ്യുന്ന ആളുകളാക്കി മാറ്റാനും റബ്ബിന്റെ തൗഫീക്ക് നമുക്ക് തേടിക്കൊണ്ടിരിക്കാം. പിന്നെ നമ്മൾ പറഞ്ഞു അള്ളാഹു സുബ്ഹാനഹു വതആല, അതായത് മലായിക്കത്തിന്റെ മേലെ അല്ലെ മനുഷ്യന്മാരെ വെച്ചത് അത് അവരുടെ ഇൽമ കൊണ്ടാണ്, ഹിക്മത്ത് കൊണ്ടാണ് എന്നുള്ളത്. അപ്പം ഈ ഹിക്മത്തിന്റെ നമ്മളിപ്പോ ഇത്രയും പറഞ്ഞതുപോലെ അതിന്റെ ഒരു റിസൾട്ട് ആയിരിക്കണം എന്ത്? കൂടുതൽ മെച്ചപ്പെട്ട ക്വാളിറ്റിയിലുള്ള ഒരു ഇബാദത്ത് ചെയ്യാന്നുള്ളത്. നമ്മൾ ഇപ്പൊ ചെയ്യുന്ന ഓരോ ഇബാദത്തിനേക്കാളും മെച്ചപ്പെട്ട ക്വാളിറ്റിയിലെ ഇബാദത്ത് നമുക്ക് എപ്പോഴാണ് ചെയ്യാൻ പറ്റുക? നല്ല രീതിയിൽ ഇൽമ നേടുമ്പോൾ, അല്ലെ? ഇപ്പൊ നമുക്ക് പല കാര്യങ്ങളും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ആ ഓരോ ഇബാദത്തും, ഓരോ കുഞ്ഞു കുഞ്ഞു ഇബാദത്തും നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ടതാക്കാൻ പറ്റുന്നുണ്ട്, അല്ലെ? നമ്മുടെ സുബ്ഹാനല്ലാഹുകൾ തന്നെ എത്രത്തോളം മെച്ചപ്പെട്ടതായി പോലെ അത് എന്തുകൊണ്ടാണ്? നമുക്ക് അതിനുള്ള ഇൽമ നേടിയത് കൊണ്ട്, ആ ഇൽമിനെ നമ്മളെ ഇബാദത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റിയത് കൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ഇതേപോലെ ഇൽമും ഹിക്മത്തും
കൂടെ അതിന്റെ കൂടെ നമ്മൾ കൊണ്ടുവരേണ്ട അല്ലെങ്കിൽ മലായിക്കത്തിന് ഇല്ലാത്ത വേറൊരു ക്വാളിറ്റിയും കൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തന്നിട്ടുണ്ട്. ഇഖ്തിയാർ, ചോയ്സ് അല്ലേ? നമുക്ക് ഇൽമിൽ നിന്ന് കിട്ടുന്ന ഇൽമ കൊണ്ട് നമ്മൾ നേടുന്ന ഹിക്മത്തിൽ നിന്ന് കിട്ടുന്ന ഒരു കാര്യം, അത് മലായിക്കത്തിന് ഇല്ലാത്ത വേറൊരു കാര്യമാണ് ചോയ്സ്. നമുക്ക് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കഴിവ് അല്ലേ? ഇത് ചെയ്യണോ അത് ചെയ്യണോ? നമ്മളെ ആരും ഇപ്പൊ ഇന്ന് ഈ ക്ലാസ്സിൽ ഇരിക്കാൻ വേണ്ടി ആരും ഫോഴ്സ് ചെയ്തിട്ടില്ല അല്ലെ? ഇരിക്കണ്ടെന്ന് പറയുന്ന ആൾക്കാർ ഒരു പക്ഷെ നമ്മളൊക്കെ ജീവിതത്തിൽ ഉണ്ടായേക്കാം, സുബ്ഹാനല്ലാഹ്. പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് ഇരിക്കാൻ ആരും നിർബന്ധിച്ചിട്ടില്ല. നമ്മൾ സ്വന്തം ഇഷ്ടത്തിനാണ് അല്ലെ? നമുക്ക് എപ്പോ വേണമെങ്കിലും ഇവിടുന്ന് എഴുന്നേറ്റ് പോവാം. ഇപ്പൊ ഇത് ഓഫ്ലൈൻ ആയിട്ട് കേൾക്കുന്ന ആൾക്കാരും ഇത് കണ്ടിന്യൂ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ആരും നമ്മളെ ഇങ്ങനെ CCTV ക്യാമറ വെച്ചിട്ട് നോക്കുന്നൊന്നുമില്ല അല്ലെ? പക്ഷേ നമ്മളുടെ സ്വന്തം ഇഷ്ടത്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമ്മളുടെ ബുദ്ധി ഉപയോഗിച്ച്, നമ്മളുടെ എൽമ ഉപയോഗിച്ച് നമുക്കറിയാം ഇതാണ് നമുക്ക് ഇപ്പൊ ചെയ്യാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ്. അതുകൊണ്ട് നമ്മൾ ഈ വഴി തെരഞ്ഞെടുത്തവരാണ്. ഇത് അത്ര എളുപ്പമുള്ള വഴിയൊന്നും അല്ല അല്ലേ? ഒരുപാട് ബുദ്ധിമുട്ട് തന്നെയാണ്. ഈ പഠിക്കുന്ന കാര്യത്തിലേക്ക് വരുമ്പോൾ റൂട്ട് ലെറ്റേഴ്സ്, എന്തിനാണ് ഇതൊക്കെ അല്ലേ? എന്തിനാ ഈ റൂട്ട് വേർഡ്സ് ഒക്കെ പഠിക്കുന്നത്? എന്തിനാ ഈ എല്ലാ ആഴ്ച എക്സാം? എന്തൊരു ബുദ്ധിമുട്ടാണ് അല്ലേ? ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഒരു സ്ട്രക്ചേർഡ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് പഠിക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് ആണ്. എന്നിട്ടും നിങ്ങൾ എല്ലാവരും ഇവിടെയുണ്ട്, അൽഹംദുലില്ലാ. ഒരിക്കലും ഫോഴ്സ് അല്ല, നമ്മളുടെ ചോയ്സ് ആണ് അതല്ലേ? കാരണം ഇത് ചെയ്യാത്ത എത്ര ആൾക്കാർ നമ്മളെ ചുറ്റുമുണ്ട്. അപ്പം നമ്മൾ നിർബന്ധമില്ലാത്ത ഒരു കാര്യം നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടാവും അല്ലെ? സുബ്ഹാനല്ലാഹ്. ഇത് ചെയ്യുന്നതിന്റെ പേരിൽ നിങ്ങൾ ഇവിടെ ഇരുന്ന് ഈ ക്ലാസ് കേട്ട് നോട്ട് എഴുതുകയാണ്. സുബ്ഹാനല്ലാഹ്. കേൾക്കുമ്പോൾ തന്നെ ഒരു ചിരി, ഒരു സന്തോഷം വരുന്നുണ്ട് അല്ലെ? സുബ്ഹാനല്ലാഹ്. ആ ചിരി എന്നും നിലനിൽക്കട്ടെ നമ്മളുടെയൊക്കെ മുഖത്ത്. അള്ളാഹുവിന്റെ ഒരു ഗിഫ്റ്റ് ആണ് നമുക്ക് ഈ ഇൽമ നമ്മളിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അള്ളാഹു തെരഞ്ഞെടുത്തതാണ്. എന്നാൽ ആ ഇൽമ ഉപയോഗിച്ച് നമ്മൾ ചിന്തിച്ച് നമ്മൾ ഈ ഒരു ചോയ്സ് അല്ലെ, നമ്മളുടെ ചോയ്സ് ആണ് എന്ത്, ഇത് പഠിക്കണം, ഇത് തുടരണം, ഇത് ജീവിതത്തിൽ കൊണ്ടുവരണം എന്നൊക്കെ. അപ്പം ഈ ഒരു തരത്തിലുള്ള ഇബാദ അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് അങ്ങേയറ്റം പ്രിയപ്പെട്ടതാണ്. കാരണം നമുക്ക് വേറെ പലതും ചെയ്യാമായിരുന്നിട്ടും നമ്മളിത് തെരഞ്ഞെടുത്തു. ഇപ്പൊ ഈ കൂട്ടത്തിൽ ഒരുപാട് ചെറിയ പെൺകുട്ടികളുണ്ട് അല്ലെ? അതായത് ഒരു 20 വയസ്സിന്റെ അല്ലെങ്കിൽ 30 വയസ്സിന്റെ താഴെയുള്ള പെൺകുട്ടികൾ. അവർക്ക് അടിച്ചു പൊളിക്കേണ്ട സമയമാണ് അല്ലെ? ഫ്രണ്ട്സിന്റെ കൂടെ അല്ലെങ്കിൽ ഫോണിൽ സംസാരിച്ച് സോഷ്യൽ മീഡിയ ചാറ്റിംഗ് ഒക്കെ ആയിട്ട്. എന്നിട്ടും അവര് ഇവിടെ വന്ന് ഇത് പഠിക്കാൻ വേണ്ടി, ഇത് മനസ്സിലാക്കാൻ വേണ്ടി, നോട്ട് എഴുതാൻ വേണ്ടി, എക്സാം എഴുതാൻ വേണ്ടി തീരുമാനിച്ചെങ്കിൽ സുബ്ഹാനല്ലാഹ്, അല്ലാഹുക്ക് വളരെ പ്രിയപ്പെട്ടതാണ് ഈ ഒരു ചോയ്സ്. ഒരുപാട് വീട്ടമ്മമാരല്ലേ, ഒരുപാട് പണികളാണ് നമുക്ക് എല്ലാവർക്കും, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പല പണികളുണ്ട്. മക്കളെ കാര്യം നോക്കാനുണ്ട്, സ്കൂളിൽ പറഞ്ഞയക്കാനുണ്ട്, ഭക്ഷണം ഉണ്ടാക്കാനുണ്ട്, ഭർത്താവിനെ ഓഫീസിൽ പറഞ്ഞയക്കാനുണ്ട്. പക്ഷേ നമ്മളുടെ ചോയ്സ് ആണ് അതിൻ്റെ ഒക്കെ ഇടയ്ക്ക് ഇത് വന്ന് പഠിക്കുക എന്നുള്ളത്. ജോലിയുള്ള ആൾക്കാരുണ്ട്, അവരതിനിടയ്ക്കും ഇതിന് സമയം കണ്ടെത്തുന്നുണ്ട്. നമുക്കറിയാം പലർക്കും ചെയ്യണം എന്ന് വിചാരിച്ച് അങ്ങേയറ്റം പ്രയാസം ഉണ്ടായിട്ടും അതിനൊക്കെ തരണം ചെയ്തിട്ട് ഇത് ചെയ്യുന്ന ആൾക്കാര് പലരും പേഴ്സണൽ എക്സ്പീരിയൻസ് ഒക്കെ വന്ന് പറയുമ്പോൾ ചെറിയ മക്കള് അല്ലെങ്കിൽ 3ഉം 4ഉം മക്കളും ഗർഭിണിയായിരിക്കുന്നവരും ഒക്കെ ഉള്ളവര് എന്നിട്ടും അത് എന്താണ് ഈസിയാക്കി അല്ലെങ്കിൽ ഇത് പഠിക്കാൻ വേണ്ടി നിയ്യത്ത് വെച്ച് ഇവിടെ വരുന്നവരുണ്ട്. ഇനി കുറച്ച് പ്രായമുള്ളവര്, ഒരുപാട് പ്രയാസങ്ങളുള്ളവര്, കുറെ വർഷങ്ങളായിട്ട് പേപ്പറും പെന്നും തൊട്ടിട്ട് പോലും ഇല്ലാത്തവര്, അവരും ഉണ്ട് വരുന്ന പഠിക്കാന്ന് പറയുന്നത് എനിക്ക് അറിയേയില്ല എന്ന് പറഞ്ഞവരും പഠിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. കാരണം ഇതൊക്കെ നമ്മളുടെ ചോയ്സ് ആണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തന്ന ഇൽമ ഉപയോഗിച്ച് നമ്മൾ ചിന്തിച്ച് നമ്മൾ എടുത്ത ഒരു ചോയ്സ് ആണ് എന്ത്, റബ്ബിന്റെ കലാം പഠിക്കണം, അതനുസരിച്ച് ജീവിക്കണം, ഫോഴ്സ് അല്ല. അൽഹംദുലില്ലാ. ഈ ഒരു ഇബാദത്താണ് അള്ളാഹുവിന് നേരത്തെ മലായിക്കത്ത് പറഞ്ഞ അല്ലെ, നുസബ്ബിഹു വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക. അതായത് ഇബാദത്തിന്റെ പീക്കാണ് അവർ ചെയ്യുന്നത്. അതിനേക്കാൾ മേലെ നമ്മളുടെ ഇബാദത്തിനെ കൊണ്ട് നിർത്തുന്നത് നമുക്ക് വേറെ പലതും ചെയ്യാൻ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും ഇത് ചെയ്യാതിരിക്കാനുള്ള എല്ലാ ഓപ്ഷൻസും നമ്മളെ മുമ്പിൽ ഉണ്ടായിരുന്നിട്ടും വേറെ പലതിലും ബിസി ആകാൻ നമ്മളെ കൊണ്ട് പറ്റിയിട്ടും നമ്മൾ എന്താണ് ഇങ്ങനെ ഇബാദത്ത് ചെയ്യാൻ തീരുമാനിച്ചു. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തന്ന സ്പെഷ്യൽ ഗിഫ്റ്റായ ഇൽമ ഉപയോഗിച്ച് ചിന്തിച്ച് അള്ളാഹുവിന് തൃപ്തിയുള്ള രീതിയിൽ ഇബാദത്ത് ചെയ്യാൻ നമ്മൾ തീരുമാനിച്ച ആ ഒരു ചോയ്സ് ആണ് എന്ത്, മലായിക്കത്തിന്റെ നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക്കിനേക്കാളും മേലെ നമ്മളുടെ ഇബാദത്തിനെ കൊണ്ട് നിർത്തുന്നത്. അള്ളാഹു പറഞ്ഞല്ലേ, ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിയാത്തത് എന്തോ എനിക്കറിയാം.
ഈ ലോകത്ത് എത്ര കുഴപ്പങ്ങൾ ഉണ്ടായിക്കോട്ടെ, എത്ര വെട്ടും കുത്തും കൊലയും നടന്നോട്ടെ, ഇതിന്റെ ഒക്കെ നടുവിലും ഇബാദത്ത് ചെയ്യൽ ഒരു ചോയ്സ് ആക്കിയിട്ടുള്ള ആളുകളുണ്ട്. അവരുടെ ഇബാദത്ത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. സുബ്ഹാനല്ലാഹ്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ തൗഫീഖ് തന്നല്ലോ അല്ലേ. നമ്മളെ ശരിയായ രീതിയിൽ ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഗൈഡൻസ്, ഹിദായത്ത് അള്ളാഹ് നമുക്ക് തന്നല്ലോ. അള്ളാഹു നമുക്ക് ഈ ഒരു ഫീൽഡിൽ, ഈ ഒരു പാർട്ടിൽ ഇസ്തിഖാമ തരട്ടെ, എന്നെന്നും നിലനിർത്താനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും തരട്ടെ. കാരണം നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നമ്മൾ പലതരത്തിലുള്ള ചോയ്സുകൾ എടുക്കുന്നുണ്ട് അല്ലേ. ഓരോന്നും നമ്മൾ എടുക്കുന്ന ഓരോ ചോയ്സും അള്ളാഹു സുബ്ഹാനഹു തആലയിലേക്ക് ഒരു പടിയും കൂടെ അടുക്കുന്നതാവട്ടെ. കാരണം പലതും നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമുക്ക് അത് ചെയ്യണോ ഇത് ചെയ്യണോ എന്നുള്ള സംശയം വരുമ്പം അതിനെ നമ്മൾ തീരുമാനിക്കുന്നത് ഏതാണോ കൂടുതൽ റബ്ബിലേക്ക് അടുക്കാൻ പറ്റുന്നത് അതാവട്ടെ. നമ്മളെ മക്കൾക്കുള്ള ഒരു കരിയർ ചോയ്സ് ആയാലും, ആരെ കല്യാണം കഴിക്കണം എന്ന് തീരുമാനിക്കുന്ന കാര്യമാണെങ്കിലും, എവിടെ താമസിക്കണം എന്ന് തീരുമാനിക്കുന്ന കാര്യമാണെങ്കിലും, ഒന്നുമല്ല, ഒരു ഫോൺ എടുത്തിട്ട് ഇപ്പൊ ഞാൻ ഇന്ന ആളെ വിളിക്കണോ വേണ്ടേന്ന് തീരുമാനിക്കുമ്പോൾ പോലും ചോദിക്കുക, ഇത് എന്നെ അള്ളാഹുലേക്ക് അടുപ്പിക്കുവോ അതോ അകറ്റുവോ അല്ലെ. ആ ഒരു ചോദ്യം ചോദിക്കുക. കാരണം നമ്മുടെ യാത്ര അള്ളാഹുവിൽ നിന്നാണ്, നമ്മൾ അള്ളാഹുവിലേക്കാണ് പോകുന്നത്. ഇവിടെയുള്ള കുറച്ച് സമയം നമ്മൾ അള്ളാഹുവിന് വേണ്ടി മാത്രമുള്ളതാണ്. അള്ളാഹുവിന് ഉത്തരം കൊടുക്കേണ്ടതാണ് അല്ലെ, അള്ളാഹുവിന് ഹിസാബ് കൊടുക്കേണ്ടതാണ്. അപ്പം ഈ ഒരു സമയം ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള ടൂൾസ് അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട്. ഇൽമ് തന്നിട്ടുണ്ട്, ചിന്തിക്കാനുള്ള ബുദ്ധി തന്നിട്ടുണ്ട്, തീരുമാനമെടുക്കാനുള്ള പവർ അള്ളാഹു തന്നിട്ടുണ്ട്. അത് മൂന്നും ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കുക. ഏറ്റവും നല്ല രീതിയിൽ വീണ്ടും 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 പോളിഷ് ചെയ്ത് നന്നാക്കി, അതായത് നമ്മൾ എന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞിട്ട് അവിടെ നിൽക്കലില്ല, അത് ഇനിയും പോളിഷ് ചെയ്യാൻ പറ്റും. നോളജ്, എൽമ ഇനിയും നേടാൻ പറ്റും, ചിന്ത ഇനിയും ബെറ്റർ ആക്കാൻ പറ്റും, ചോയ്സ് ഇനിയും ബെറ്റർ ആക്കാൻ പറ്റും. അങ്ങനെ മരണം വരെയും അള്ളാഹു ആ രീതിയിൽ അള്ളാഹുവിന് കൂടുതൽ തൃപ്തിയിലേക്ക് ഓടിയടുക്കുന്നവരുടെ കൂട്ടത്തിൽ റബ്ബ് നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മളുടെ ചിന്തകളും നമ്മളുടെ ബുദ്ധികളും ഏറ്റവും നല്ല ചോയ്സ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിക്കാൻ വേണ്ടി റബ്ബ് നമുക്ക് തൗഫീഖ് തരട്ടെ. ഏറ്റവും നല്ല ഇബാദത്ത് അല്ലെ, ഇന്നലെ ചെയ്തതിനേക്കാൾ ബെസ്റ്റ് ആയിട്ടുള്ള ഇബാദത്ത് ഇന്ന് നമ്മളുടെ ഇൽമും ഹിക്മത്തും ഉപയോഗിച്ച് ചെയ്യാനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് തരട്ടെ. അള്ളാഹു എല്ലാവർക്കും ഈ ഒരു അവസ്ഥയിൽ തുടരാനുള്ള ഇസ്തിഖാമത്തും നമുക്ക് എല്ലാവർക്കും തരട്ടെ. ആമീൻ. അൽഹംദുലില്ലാ. അല്ലാഹുമ്മ അഹ്ദിനി വസദ്ദിദ്നി. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഉ വമിൻ ഖൽബിൻ ലാ യഖ്ശഉ വമിൻ നഫ്സിൻ ലാ തശ്ബഉ വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹാ. اللهم إني أسألك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. الحمد لله.